അലേർട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളെ തെരയാന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. നീ വിഷമിക്കേണ്ട മോളെ. എന്റെ മനസ്സ് പറയുന്നു ഇനി നമ്മുടെ നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. നീ നിന്റെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. പിന്നെ തനിയും പിടിക്കപ്പെടും, അവളുടെ സഹായിയും. പിന്നെ എന്തും ചെയ്യുന്നതിന് മുൻപ് എന്നോട് തീർച്ചയായും പറയണം. പഴയതുപോലെ ആകരുത്. സോറി അച്ഛമ്മ, എല്ലാം ഇത്ര പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും അച്ഛമ്മയോട് പറയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അച്ഛമ്മ ഇനി കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആവേണ്ടിയിരിക്കുന്നു. ഞാനെന്ത് ചെയ്യാനാ? എന്റെ കൺമുന്നിലൂടെ അല്ലേ നീ വീട് വിട്ടു പോയത്? അറിയാമോ എന്റെ അവസ്ഥ എന്തായിരുന്നു? ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? നിനക്കെന്താ വട്ടായ? ഞാൻ അതും ഇവിടെ കുറെ ദിവസം. ദാറ്റ് ഈസ് ഇംപോസിബിൾ തന്നെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആലിയ, എന്തെങ്കിലും ചെയ്ത് ഞാൻ നിന്നെ ഉറപ്പായും രക്ഷപ്പെടുത്തും. പക്ഷെ എന്തെങ്കിലും ഒരു മാർഗം കിട്ടുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ഒരുപാട് ദിവസം ഇവിടെ നിർത്തില്ല. അതുവരെ നീ സമാധാനമായിട്ടിരിക്കണം. അവിടെ പുറത്ത് നിന്നുകൊണ്ട് സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറയാൻ എളുപ്പോ. പക്ഷെ തന്നെ നീ അകത്ത് വന്ന് നോക്ക്. സമാധാനം എവിടെ പോകുന്ന അപ്പ കണ്ടറിയാം. നിനക്ക് എന്താ തോന്നുന്നേ? പുറത്ത് ഞാൻ വളരെ സന്തോഷത്തിലാന്നാ? യുനോ ആലിയ, എനിക്ക് എന്ത് പേടിയാന്നറിയോ എപ്പോ പ്രിയ എന്നെ പിടിച്ച് ജയിലിലിടുമെന്ന് ഓർത്തിട്ട്. ആൻഡ് ഐ ആം ഷുവർ അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ. യുനോ വാട്ട്, നിനക്ക് വേണ്ടി ഞാനിപ്പോ ഒരു സ്റ്റെപ്പ് എങ്കിലും എടുത്തു വെച്ചപ്പോ അവൾ വേറെ ആരെങ്കിലും തെരഞ്ഞു നടന്നേനെ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അവൾക്ക് എല്ലാം അറിയാമെന്ന്. അറിയുമായിരുന്നെങ്കിൽ അവളുടെ ആദ്യത്തെ തെളിവ് ഞാനായേനെ. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് എന്റെയും നിഖിലിന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമെന്ന്. പിന്നെ അവൾ ഇത്രയും ക്ഷമിച്ചിരിക്കില്ലായിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്തേനെ. അതുകൊണ്ട് പ്ലീസ് നീ അതൊന്നും ആലോചിക്കാതെ. നിനക്കറിയില്ലേ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയി പോവും. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കെ. എന്തെങ്കിലും ചെയ്ത് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ പുറത്തു വരുന്നത് വരെ എനിക്ക് പ്രിയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. തനു എന്ത് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് ചെയ്യും പ്ലീസ്. ഓക്കെ, ടേക്ക് കെയർ. തനു, എല്ലാം വളരെ വ്യക്തമല്ലേ? എന്ത് ശരി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സത്യമെന്നും എന്താ കള്ളമെന്നൊക്കെ. എങ്കിൽ പിന്നെ ശരി, വളഞ്ഞ മാർഗത്തിൽ പറ്റിയില്ലെങ്കിൽ നേരായ മാർഗത്തിൽ പറഞ്ഞതാ. നമുക്ക് വഴി വളഞ്ഞതായാലും നേരെയായാലും നമുക്ക് ലക്ഷ്യമല്ലേ പ്രധാനം. സത്യം അറിഞ്ഞാ പോരെ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിനക്ക് എന്ത് ഫീലിങ്സ് എന്നോടുള്ളത്? അതന്നെ, ബാക്കി എല്ലാവർക്കും ഉള്ളതുപോലെ. ബാക്കിയുള്ളവർക്ക് ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ അതല്ല ഒരാണ്. പെൺകുട്ടിയോ? ഭാര്യ. ഒന്നുമില്ല ബോസ്, ഞാൻ നിങ്ങളുടെ ബോസാ. അപ്പൊ പിന്നെ ഞാനാരാ? റോക്ക് സ്റ്റാർ. നിനക്ക് ഞാൻ ആരാ? അറിയോ തനു, ഇപ്പൊ നീ ശരിക്കും ഒറ്റയ്ക്കായി. ഈ യുദ്ധം എന്റേതാ രാജേട്ടാ. പിന്നെ ആരെയും ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവരുടെ ജീവിതം അപകടത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാനേജ് ചെയ്തോളാം. ബട്ട് താങ്ക് യു വെരി മച്ച്. ഇവളൊന്നും അത്ര വേഗം വിശ്വസിക്കില്ല. പുതിയ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. എത്ര കള്ളനായി രാജേട്ടൻ. എന്നോട് പറഞ്ഞത് സ്വന്തം കാര്യം നോക്കിക്കോളാൻ, എന്നിട്ട് എന്നോട് എന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇതാണല്ലേ ചിന്തിച്ചേ? ആലിയോട് എല്ലാം പറയാം. മറുപടി വേണോ നിങ്ങൾക്ക്? വേണം. ഒരു മിനിറ്റ്. ഇതാരാ? ഇത് എന്റെ ബലൂണല്ലേ? ഇതാരാ? ഇത് നിന്റെ പൊട്ട ജോക്കർ. എന്റെ മറുപടി ഇവരുടെ കയ്യിലുണ്ട്. ഇവരുടെ കയ്യിലോ? ഇവരുടെ കയ്യിൽ എങ്ങനെ നിന്റെ മറുപടി വരുന്നത്? ഇവര് രണ്ടുപേരും കുറെ നാളായി ഒരുമിച്ച് താമസിക്കുന്നു. ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആയി. ഞാൻ എന്റെ മറുപടി എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഇവന്റെ ഫ്രണ്ട് ബലൂണിനോട് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ മറുപടി നിങ്ങളുടെ ബലൂണിനോട് തന്നെ ചോദിക്കേ. ഇതെന്ത് പൊട്ടത്തരാ നീ എന്നോട് പറയുന്നേ? ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ നീ എന്തിനാ അതിനെ വളച്ചു തിരിച്ചു? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്റെ മുമ്പിൽ വരരുത്, വന്ന് ഇതേക്കുറിച്ച് സംസാരിക്കരുതെന്ന്. ചേട്ടാ, എന്നെ സ്റ്റുപ്പിഡ് ആക്കണ്ട. ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ എന്തിനാ അകറ്റി നിർത്തുന്നെന്ന്. എന്താന്ന് വെച്ചാ ചേട്ടൻ കണ്ടുപിടിച്ച പ്ലാൻ എക്സ്പോസ് ചെയ്യാതിരിക്കാനല്ലേ. സ്വന്തമായി ചേട്ടൻ നിർമ്മിക്കുന്ന പ്ലാൻ. അതുകൊണ്ടല്ലേ ആലിയ പോയി. ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്. പക്ഷെ ഹെൽപ്പല്ല, എന്നെ അകറ്റി നിർത്തുക ചെയ്യുന്നത് ചേട്ടൻ. ഇപ്പോ എന്ത് ഹെൽപ്പാ വേണ്ടത്? ഞാനെന്താ നിന്റെ കല്യാണം നടത്തണോ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്? നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുക, എന്റെ പിന്നാലെ നടക്കുന്നത് അവസാനിപ്പിച്ചോ. എനിക്കൊരു കാര്യത്തിലും റിസ്ക് എടുക്കാൻ പറ്റില്ല. നിനക്ക് മനസ്സിലായോ? ശരി, അപ്പൊ എന്നെ മണ്ടിയാക്കുകയാണല്ലേ. അങ്ങനെ ചെയ്ത ആലിയെ പോലെ നിന്റെയും പാപത്തിന്റെ കുടം നിറഞ്ഞു കവിഞ്ഞിരിക്കോ. ആലിയെ ആ കുടം സംരക്ഷിച്ചില്ല.
അതുകൊണ്ട് എന്താ അവളുടെ കുടം വീണ് പൊട്ടി. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, ഗർഭിണിയായിരിക്കുമ്പോ ജയിലിൽ പോയി കിടക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഞാൻ എന്തിനു ജയിലിൽ പോണം? ഞാൻ എന്താ ചെയ്തത്? ഇതുവരെ നിന്റെ കള്ളത്തരം ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കാത്തിരുന്നോ നീ, അപ്പൊ നിനക്ക് മനസ്സിലാവും. നിന്റെ പാപത്തിന്റെ കുടം പൊട്ടുമ്പോ മനസ്സിലാവും. പിന്നെ മേലാൽ എന്റെ ഭർത്താവിന്റെ പിറകെ കൊണ്ടുപോരുത്, മനസ്സിലായോ? ആലി എന്താ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയോ? ഇവരൊക്കെ എന്നോടെന്താ ഇങ്ങനെ പെരുമാറുന്നേ? അറിയില്ല പ്രിയ ഇനി എങ്ങനെ സംസാരിക്കുന്നു. അല്ല, ഇൻഫാക്ട് ഞാൻ സിമ്പത്തൈസ് ചെയ്യായിരുന്നു. എനിക്ക് ശരിക്കും നിന്നെ ഇവിടെ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കെൻ യു ഇമാജിൻ, ഏത് ഏട്ടനാണോ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നത്, അദ്ദേഹം തന്നെ നിന്നെ ഇവിടെ എത്തിച്ചില്ലേ? ആകാശത്ത് നിന്ന് നിന്നെ താഴെ ഭൂമിയിൽ എത്തിച്ചു. വളരെ വിഷമമുണ്ടാലിയ. ഇവിടെ നിനക്ക് ആരോടും നിന്റെ ദുഃഖം പറയാൻ പോലും പറ്റില്ല. ഇവിടെ കൊതുക് വളരെ കൂടുതലാണല്ലേ? എന്നെ കാണുമ്പോ അത്രയ്ക്കും വിഷമമുണ്ടെങ്കിൽ നമുക്ക് സ്ഥാനം എക്സ്ചേഞ്ച് ചെയ്യാം. നീ അകത്തേക്ക് വാ, ഞാൻ പുറത്തു വരാം. ഹൗ അബൌട്ട് ദാറ്റ്? ഞാൻ കളിക്കുന്നുണ്ടാണോ നീ ഇങ്ങനെ കാപട്യം കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ബുദ്ധി ഉദിക്കില്ല എന്നാ. ബുദ്ധി ഉദിച്ചു വരുമ്പോഴേക്കും ഒരുപാട് താമസിച്ചിട്ടുണ്ടാവും. ഈ ഡീലിന്റെ സമയം കഴിഞ്ഞു. ഇനി ആലിയ, നിന്റെ ഇവിടുത്തെ ജീവിതം മോശമാക്കാനായിരിക്കും എന്റെ ശ്രമം. ഇൻസ്പെക്ടർ സർ, ഇവളെ കാണാൻ ആരൊക്കെ ഇവിടെ വരുന്നു, എത്ര സമയം ഇവളോട് സംസാരിക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. ഓക്കെ മാഡം. താങ്ക് യു. പിന്നെ നീ, ഒരവസരം കിട്ടിയിട്ടും പശ്ചാത്തപിക്കാത്തവർ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണം. നിനക്കൊരു സെക്കൻഡ് ചാൻസ് ഇനി ഞാനും തരില്ല. എൻജോയ് യുവർ ഡേയ്സ്. അഭിയോട് പറഞ്ഞ് ഇന്ന് തന്നെ നിന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കും ഞാൻ. അദ്ദേഹത്തെ കണ്ടാലല്ലേ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ. പിന്നെ ഒരു അഡ്വൈസ് തരട്ടെ. ആലിയ മാമിനോട് ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷെ അവരിത് കേട്ടില്ല. ഇന്നിതാ ഇപ്പൊ ജയിലിലും ആയി. നിങ്ങൾ എന്റെ അഡ്വൈസ് കേട്ടാൽ ജയിലിന് പകരം നല്ലൊരു വീട്ടിൽ ചെന്ന് കയറാം. ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നന്നാവൂ, നിങ്ങൾക്ക് നന്മയുണ്ടാവും. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. കൊള്ളാലോ മാഡം, ആദ്യം അഭിസാറിനെ നോക്കണമെന്നും പറഞ്ഞു വന്നു, ഇപ്പോ എന്നെ നോക്കിക്കൊള്ളാമോ? ബട്ട് ഐ എം സോറി മാം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതുകൊണ്ടാണോ ആദ്യം ആലിയെ പുറത്താക്കി ഇനി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നത്? അവൾക്ക് എന്റെ സത്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അത് അബിയോട് പറയാമായിരുന്നല്ലോ. പക്ഷേ അബി അറിഞ്ഞതായിട്ട് റിയാക്ട് ചെയ്തില്ലല്ലോ. എന്തായിരിക്കും അവളുടെ പ്ലാൻ? തനു, തനു. അബി ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു വരുന്നത്. ഇതാ നല്ല സമയം. ഇനി ചിലപ്പോ അബി ഒറ്റയ്ക്ക് കിട്ടിയില്ലെങ്കിലോ? തനു, 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 തനു. കള്ളത്തരം പറയണ്ട. ഈ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ജീവിതകാലം മൊത്തം ജീവിക്കണോ? എന്നോട് വ്യക്തമായി പറയൂ. നീ എന്നെ വിവാഹം കഴിക്കോ അതോ ഇല്ലയോ? വിവാഹം കഴിക്കാൻ നിങ്ങൾ എപ്പോൾ കഴിക്കും? അബി, എനിക്ക് ആർഭാടമായി കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് രജിസ്റ്റർ വിവാഹം ആയാലും പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ അബി. പക്ഷെ പ്ലീസ് എന്നോട് വ്യക്തമായി പറയൂ, നീ എന്നെ വിവാഹം കഴിക്കോ അതോ ഇല്ലയോ? കഴിച്ചാൽ പോരെ തനു? എനിക്ക് കുറച്ചുകൂടി സമയം തന്നൂടെ? ഹബീബ്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ ഇന്ന് വരെ അബി, പതുക്കെ പതുക്കെ സിറ്റുവേഷൻസ് മാറി മാറി വരുന്നു. എന്നിൽ നിന്ന് നീ അകന്നും പോയിക്കൊണ്ടിരിക്കുക. ഇനിയും സമയം. തനു, അത് ഒരു 7 ദിവസം. ഈ 7 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ മനസ്സിലെ എല്ലാ ഫീലിങ്സും കളഞ്ഞിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം തനു. പിന്നെ നമ്മുടെ ഇടയിൽ വേറെ ആരും വരില്ല തനു. നീ എനിക്കൊരു 7 ദിവസം താ. അബി, ഞാൻ സമയം തരാം. And I am sorry.
എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നെ ഇത്രയും ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നു. അത് നല്ലതല്ലെന്ന് എനിക്കറിയാം. പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ. എനിക്ക് നിന്റെ അവസ്ഥ അറിയാം അബി, പക്ഷെ എന്റെ കാര്യവും കൂടെ ഒന്ന് മനസ്സിലാക്കൂ. അബി എന്നെ കല്യാണം കഴിക്കുമ്പോ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും ഇല്ലാതാവും. ബട്ട് ഐ ഹാവ് ടു മേക്ക് ഷുവർ പ്രിയ ഈ 7 ദിവസം ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ അവൾ എന്റെ എല്ലാ പ്ലാനും നശിപ്പിക്കും. ഒരുപക്ഷെ ഈ 7 ദിവസത്തിനുള്ളിൽ അബി അവന്റെ പ്രണയം നഷ്ടപ്പെടുത്തിയില്ലെങ്കിലോ? നോ, ഐ നോ ഹിം. അവൻ അത് സാധിച്ചില്ലെങ്കിലും എന്നെ വിവാഹം കഴിക്കും. അവന്റെ കുഞ്ഞിന് വേണ്ടി. കല്യാണത്തിന് ശേഷം അവന് അർഹതപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കും. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും. എവിടെ പോയാലും റോക്ക് സ്റ്റാർ അയാളുടെ സ്ഥാനം നേടിയെടുക്കും. പിന്നെ ഒരുപാട് പൈസ സമ്പാദിക്കും. ആ പൈസ എല്ലാം എന്റേതാവും. പേരും പ്രശസ്തിയും പണവും എല്ലാം എന്റേത്. അത് കണ്ടുപിടിക്കണോ? നീയും അയാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം എന്നത് നടക്കാത്ത സ്വപ്നമാവും. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അത് ഓഫർ തരുവാണോ? അങ്ങനെ ചോദിച്ചാൽ ഇതൊരു ഓഫർ തന്നെയാ. നോക്കൂ, അയാളുടെ പേര് നീ എന്നോട് പറയുകയാണെങ്കിൽ നിന്റെ പേര് മറ്റെവിടെയും വരാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് എന്റെ വാക്ക് വിശ്വസിക്കാം. സത്യമായിട്ടും നീ സേഫായിരിക്കും. പെട്ടെന്നൊരു മറുപടി പറയണമെന്നില്ല. നിനക്ക് ഒരു ദിവസം മുഴുവന് സമയം തരാം. സമാധാനമായിട്ട് ചിന്തിക്ക്. ഈ ഒരു ദിവസം നിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കും. ആലോചിച്ച് തീരുമാനം എടുക്ക. എന്നും നിന്നെയോർക്കാനായുള്ളിൽ എന്നോ പിറന്നൊരു വരിയോ എന്നീ മഞ്ഞിൽ വീഴും പൊൻവേലിൽ മിന്നിക്കിനാവായി കവിതേ. ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കില്ല. പ്ലീസ് ചേട്ടത്തി, നിങ്ങളാ വെറുതെ ഓരോന്ന് നാണമില്ലാതെ പറയുന്നത്. എനിക്ക് രാജേട്ടനെ കണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ സംസാരിക്കണം. എന്തുണ്ടെങ്കിലും നീ ആദ്യം എന്നോട് പറയും. ഞാൻ തീരുമാനിക്കാം അത് ഇമ്പോർട്ടന്റ് കാര്യമാണോ അദ്ദേഹത്തോട് പറയണോ വേണ്ടയോ എന്നൊക്കെ. ഈ കാര്യം നിങ്ങളോട് പറയാൻ പറ്റില്ല. അത് എന്ത് കാര്യമാടി എന്നോട് നിനക്ക് പറയാൻ പറ്റാത്തത്? പ്ലീസ് എന്റെ സമയം കളയരുത്. രാജേട്ടനെ വിളിക്ക്. എനിക്ക് രാജേട്ടനോട് സംസാരിക്കണ്ടേ പ്ലീസ്. നീ ഒരു കാര്യം കേട്ടോ, രാജ അകത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹം അകത്തുണ്ടെങ്കിലും ഞാൻ പുറത്തു വരാൻ സമ്മതിക്കില്ല. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പുറത്തു വന്നാലും നിന്നോട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. രാജേട്ടനകത്തില്ല. ഇല്ല, ആദ്യം പറഞ്ഞോടെ അത്. എന്തിനെങ്ങനെ ഓരോന്ന് വെറുതെ പറഞ്ഞോണ്ടിരിക്കുന്നേ? മാത്രം മതി. ഒരു തവണ ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാനാകും. അതൊക്കെ ശരിയാണ്. പക്ഷെ മോളെ, അയാൾ ആരായാലും നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുക. പിന്നെ അയാൾ കാരണമാണ് ബുൾബുൾ മരിച്ചത്. നീ സൂക്ഷിക്കണം മോളെ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അച്ഛമ്മ മറന്നുപോയോ? അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ച അന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ ആരാണെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ ആരാണെങ്കിലും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. എന്റെ കാര്യം നോക്കുക പോയിട്ട് ഒരു ശ്വാസം എടുക്കാൻ പോലും അവനെ ഞാൻ അനുവദിക്കില്ല. ഇദ്ദേഹത്തിന് എന്ത് പറ്റി? എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? പിന്നെ ഒരു കാര്യം, നിന്റെ ഒരു സാധനങ്ങളും എനിക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിന്റെ ഓർമ്മകൾ തരുന്ന ഒന്നും എന്നെ കാണിക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ടാലുണ്ടല്ലോ, ഈ റൂമിൽ നിന്നും
പുറത്തു പോകുന്നത് ഞാനായിരിക്കും. പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന മരുമകളാണ് അവൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ് അവള് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ അവള് വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ചേച്ചിക്ക് എന്താ സങ്കടം വരാത്തെ? അങ്ങനൊന്നും അല്ല ഇന്ദു. എനിക്കും ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവൾ വിഷമത്തിലല്ല എന്നാണ്. ഞാൻ പോയി ചോദിച്ചിനി അവൾക്ക് വിഷമം ഉണ്ടാക്കണ്ട. ഇനി അവൾക്ക് തോന്നും കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മായി അമ്മ ഭരണം തുടങ്ങിയെന്ന്. ചേച്ചി അങ്ങനെയൊന്നുമില്ല, നമുക്ക് പോയി ചോദിക്കാം. വാ ഒന്ന് പതുക്കെ ചേച്ചി വരാൻ. എന്താ ഇത്ര തിടുക്കം നിനക്ക്? കൊച്ചിനെയും കൊണ്ട് മണ്ഡപത്തിൽ കയറിയാൽ എങ്ങനെയിരിക്കും? നീ ടെൻഷൻ അടിക്കണ്ട. ആ ദിവസം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എന്നുവെച്ചാ ഇവളുടെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് കല്യാണത്തിന് ശേഷമേ ജനിക്കും. ശരിയാണ് ചേച്ചി, ഇവളെ ഒന്ന് സമാധാനിപ്പിക്ക്. ഒന്ന് സമാധാനായിട്ടിരിക്കും മോളെ. പിന്നെ നിന്റെയും അബിയുടെയും കല്യാണം ഞാൻ നടത്തി തരും. മോള് പറ. നീ വിഷമിക്കണ്ട, എനിക്ക് ടെൻഷനുണ്ട്. ഈ കാര്യമുണ്ടല്ലോ, ഇന്ന് തന്നെ ഞാൻ അഭിയോട് സംസാരിക്കും. നീ നോക്കിക്കോ. ഇന്നല്ല, ഇപ്പൊ തന്നെ സംസാരിക്കും. ഉറപ്പാണല്ലോ ചേച്ചി? അതെ. അടുക്കളയിൽ ജോലിയുണ്ട്. വാ, താഴേക്ക് പോകാം. ഈ സമയത്തുള്ള ടെൻഷൻ അത് മാറാനിപ്പോ എന്ത് ചെയ്യും? ഫോൺ ചെയ്യാം, അതാ നല്ലത്. എനിക്കിന്ന് കാണണം. ഇവളാരോട് സംസാരിക്കുന്നത്? എന്താ മെസ്സേജ്? എന്തിന്? ഓക്കെ, ഇനി മുതൽ നമുക്ക് മെസ്സേജ് വഴി സംസാരിക്കാം. പക്ഷെ ഇന്ന് എനിക്ക് കാണണം. ഓക്കെ. ആരോടായിരിക്കും സംസാരിച്ചേ? ചേച്ചി പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ നടക്കുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചേച്ചി ഇൻഫോം ചെയ്യണമെന്നാണ്. അദ്ദേഹം അതിന് വരേണ്ടതാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. എത്ര റെസ്പോൺസിബിളാ. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? പോയി അബിയോട് ചോദിക്കൂ. അബിയെ ഇങ്ങനെ ആക്കിയത് നീയാണ്. അതുകൊണ്ട് നീ തന്നെ പോയി അന്വേഷിക്ക്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അധിക ദിവസം നിനക്ക് അബിയെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു ദിവസം വരും അബി നിന്റെ ഓർഡറുകളും അനുസരിക്കില്ല, നിന്നോട് സംസാരിക്കുക പോലും ചെയ്യില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അദ്ദേഹത്തെ ഈ മീറ്റിംഗിന് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം അവിടെ പോകുന്നതിൽ നിന്ന് നിനക്ക് അദ്ദേഹത്തെ തടയാനാകില്ല. എനിക്ക് പുറത്തു പോകേണ്ടത് അത്യാവശ്യമായിട്ടാ. അല്ലെങ്കിൽ ഞാൻ നോക്കിയേനെ നീ എങ്ങനെ അബിയെ പുറത്തു കൊണ്ടുപോകുന്നു. കഴിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? നോക്ക്, ഞാൻ അവളോട് പറയുമായിരുന്നു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, മരിച്ചു പോകുന്നൊക്കെ. പക്ഷെ ഞാൻ ജീവിക്കുന്നില്ലേ? എന്റെ അബി, നമ്മൾ ഏത് സാഹചര്യവും തരണം ചെയ്തേ പറ്റൂ. പ്രണയം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രണയത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. നീയും ജീവിക്കാനുള്ള കാരണം കണ്ടുപിടിക്കണം. നീ പറഞ്ഞത് ശരിയാ പ്രണവ്. ബുൾബുൾ നിന്നെ വിട്ടുപോയിട്ടും നീ ജീവിക്കുന്നില്ലേ? പിന്നെ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചൂടാ? ഇനിയെങ്കിലും എനിക്കൊന്ന് സ്ട്രോങ് ആവണം. എല്ലാം മറക്കണം എനിക്ക്. എല്ലാം. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ടാവും. എനിക്കും വിശക്കുന്നുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല പ്രണവ്, ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? നീ അദ്ദേഹത്തിന്റെ ഒപ്പാണോ? ചേച്ചി, ഇപ്പൊ അവന്റെ മൂടത്ര ശരിയല്ല. ഞാൻ അവനോട് സംസാരിച്ചു. ചേച്ചി ടെൻഷൻ എടുക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയോ? എന്താ കാരണം എന്ന് പറഞ്ഞോ? ഇല്ല ചേച്ചി, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കുകയാണ്. പ്ലീസ്, എവിടെയാണെങ്കിലും പ്രിയേച്ചി സുരക്ഷിതമായിട്ട് പോകണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനും മടിക്കരുത്. ഫോണിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ശരി, നീ ടെൻഷൻ ആവണ്ട പ്രണവ്. എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, വയ്ക്കുന്നു. ശരി. നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? അതെ, ഞാൻ മനഃപൂർവ്വം തന്നെ തിരഞ്ഞെടുത്ത ഈ സ്ഥലം. അതെന്താന്ന് വെച്ചാ നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമല്ലോ. കമോൺ.
എനിക്ക് തോന്നുന്നത് ഈ സ്ഥലം സേഫ് അല്ലെന്നാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ഒരു മിനിറ്റ്, എന്റെ വണ്ടിയിൽ പോവാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പോവാം. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ പോയിട്ട് ഞാൻ ഫോൺ വിളിക്കാം. അതിനുശേഷം മാത്രം നീ വന്നാ മതി. ഓക്കെ? ഈ അവസരം ഇത് പാഴാക്കി കളയാൻ പറ്റില്ല. അയാൾ ആരാണെന്ന് അറിഞ്ഞേ മതിയാകൂ. അമ്മേ, എന്റെ മൈഥിലി, ഇവരെ പറ്റി നീ തെറ്റായിട്ട് ചിന്തിച്ചു എന്നറിഞ്ഞാ തന്നെ പ്രിയേക്കാളും മുമ്പ് ആപ്പിയായിരിക്കും നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുന്നത്. അതെ അമ്മേ, ഇതുകൂടെ കഴിക്ക്. സലാഡ് അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതാ. പപ്പ ഇല്ല, ഇദ്ദേഹത്തിന് എന്തിനാ ഇത്രയും പണമൊക്കെ? ഇനി പൈസ കിട്ടിയാ പോലും മുഴുവനും ചെലവാക്കി കളയും. പൈസയോടാണെങ്കിൽ അങ്ങനെ വലിയ ആർത്തിയുള്ള ആളും അല്ല. പറഞ്ഞതായിരിക്കും നമ്മൾ പരസ്പരം സംശയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട്. അപ്പൊ അവൾക്ക് അവളുടെ കാര്യം വളരെ എളുപ്പമാവുമല്ലോ. ഷടാ, ഇവൾ ഏത് ഡിറ്റക്റ്റീവ് മൂവി കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? റൂമിൽ ഒരുമിച്ചാ താമസിക്കുന്നത്. ഇനി ഇവളെയും പേടിക്കണം. ഇനി ബാക്കിയുള്ളത് ആകാശം തനുവാ. എനിക്ക് തോന്നുന്നത് 100% അത് തനു തന്നെ ആയിരിക്കും. ആലിയുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ അവളാണല്ലോ. പക്ഷേ മൈത്രി ആകാശം ആകാമല്ലോ. ഇത്രയും ദിവസം അവൻ പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് അവളെ സഹായിക്കായിരുന്നെങ്കിലോ? അപ്പൊ ആകാശം എന്തായാലും അല്ല. എന്റെ മൈഥിലി, നീ തെറ്റായിട്ടായി ചിന്തിക്കുന്നെ. നിനക്കറിയാലോ, അവനാണെങ്കിൽ ആകാശനാണെങ്കിൽ അഭിയെ ഭയങ്കര റെസ്പെക്റ്റാ. പിന്നെ പ്രിയയാണ് അവന്റെ കല്യാണം നടത്തി കൊടുത്തത്. പിന്നെ അവൻ എന്തിനാ പ്രിയയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്റെ ദൈവമേ, ഞാനുണ്ടല്ലോ, ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് ടൈം വേസ്റ്റ് ചെയ്തു. പോവാ ഇവിടുന്ന്. ഈ തടിച്ച് ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാനാണെങ്കിൽ വാതില് ലോക്ക് ചെയ്തതുമില്ല. നീ ആണോ? അധികം അഭിനയം എന്റെ അടുത്ത് വേണ്ട, മനസ്സിലായോ നിനക്ക്? അമ്മായിയമ്മയാ ഞാൻ. കൂടുതൽ വെളച്ചിലൊന്നും വേണ്ട. നിന്റെ തലയിൽ ഉദിക്കുന്ന ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആലിയുടെ കൂട്ടാളി ആരാണ്, പ്രിയ അന്വേഷിക്കുന്നത് ആരെയാണ്, ഇതല്ലേ നീ അറിയാൻ ശ്രമിക്കുന്നത്? അല്ലേടി, ഇത് പ്രിയയുടെ പ്രശ്നമാണ്. നീ എന്തിനാ ഇതിൽ തലയിടുന്നത്? ഇതിലൊന്നും ഇടപെടണ്ട. മമ്മിക്ക് എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടോ? മമ്മി ആവശ്യമില്ലാതെ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മമ്മിയുടെ കാര്യം നോക്ക്. എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം. എനിക്ക് തെറ്റ് ശരിയൊക്കെ കണ്ടോ അറിയാം. പിന്നെ ആരുടെയെങ്കിലും മുറിയിൽ കേറി വരുമ്പോ കഥകില് മുട്ടിട്ട് വേണം വരാൻ, അല്ലാതെ ഇങ്ങനെ തുറന്നു വരരുത്. അല്ല പിന്നെ ഇവിടെ ഇല്ല. ഇവിടെ പോയെന്നറിയില്ല. ഡിന്നർ കഴിക്കാനും ഇല്ലായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കാം. ഇങ്ങനെ റൂമിൽ പോയാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. മൈഥിലി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ വീട്ടിലില്ലെന്ന് മൈഥിലി വിചാരിച്ചോളൂ. കണ്ടെത്തണ്ടേ? ആകാശവും അല്ല. പിന്നെ അത് ആരായിരിക്കും? ആലിയെ സഹായിക്കുന്ന ആ ആള്. ആകാശിന്റെ റൂം അരിച്ചു പറക്കി. എന്തായാലും ആകാശല്ലെന്ന് മനസ്സിലായി. പക്ഷെ പിന്നെ അത് ആരായിരിക്കും? ചിന്തിക്ക്. അത് തനു തന്നെയായിരിക്കും ആലിയെ സഹായിക്കുന്നത്. തനു ആലിയുടെ കൂട്ടുകാരിയല്ലേ? അപ്പോ അവളുടെ റൂമിൽ എന്തെങ്കിലും തെളിവുണ്ടാവും. ആ റൂം ഒന്ന് അരിച്ചു പിറക്കണം. മതി, തുടങ്ങാം മൈഥിലി. ഇവിടെ നിന്നും വരില്ലേ? ഫോണും എടുക്കുന്നില്ല. എന്റെ ക്ഷമ ഒച്ച ഉണ്ടാക്കല്ലേ. ഇത് ഞാനാ. നിങ്ങളെന്താ ഇവിടെ? അല്ല, നീ
നിങ്ങൾ ഈ റൂമിൽ എന്ത് ചെയ്യുക? അത് ഒരുമാതിരി കള്ളന്മാരെ പോലെ. അത് എന്തിനാന്ന് ചോദിച്ചാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാ നീ എന്താ വിചാരിച്ചേ? നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. പിന്നെ നീ വലിയ ബുദ്ധിമുട്ടിയാണല്ലോ. എനിക്കും തനുവിനെ സംശയമുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കിയാ ഞാനും ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇങ്ങനെ കള്ളന്മാരെ പോലെ ഒളിച്ചു നിന്നിട്ട് മനുഷ്യന്റെ പ്രാണനങ്ങ് പോയി. കഷ്ടമുണ്ട് കേട്ടോ. എന്ന് ചോദിച്ചപ്പോ അത് ഞാൻ തനു വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോവാം. അതാ നല്ലത്. വാ. അല്ല പക്ഷെ രാജ്, ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നോക്കൂ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു കാരണം ഉണ്ടാവും. പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ശരിയല്ല. ഓ, നിയമം നിന്റെ കയ്യിലാണല്ലോ ഉള്ളത് അല്ലേ? നിയമത്തെക്കാളും വലിയ കൈയായതുകൊണ്ട് കൈനീട്ടി അവനെ പിടിച്ചാൽ മതിയല്ലോ. ഞാൻ വേണ്ടാന്ന് പറയുന്നത്, നമ്മൾ ഇത് പോലീസിനോട് പറയുകയാണെങ്കിൽ അവരാരെ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അച്ഛമ്മ വിളിപ്പിക്കും, ഇന്ദു ആന്റിയെ വിളിപ്പിക്കും, നിങ്ങളെ വിളിപ്പിക്കും. എല്ലാവരും എല്ലാം അറിയും. നാട്ടുകാരറിയും, മീഡിയക്കാരറിയും. അതൊക്കെ നിങ്ങളെ തന്നെ ബാധിക്കൂ. അല്ലാതെ എനിക്ക് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഈ രാത്രി കണ്ണി കണ്ട ക്രിമിനൽസിന്റെ പുറകെയൊക്കെ പോവാൻ. നിനക്കെങ്ങനെ പ്രിയച്ച് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? നീ പറഞ്ഞില്ലേ ഇവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാനൊന്ന് വിളിച്ചു നോക്കി. ഒരു ടാക്സി ഡ്രൈവർ ഫോൺ എടുത്തു. അയാൾ പറഞ്ഞു ഇവളുടെ ഫോൺ ആ വണ്ടിയിൽ മറന്നു വെച്ചിട്ട് പോയെന്ന്. അങ്ങനെ ഇവള് നിന്ന സ്ഥലത്ത് ഞാനെത്തി. അതൊക്കെ പോട്ടെ, പ്രിയച്ചി കണ്ടുപിടിക്കാൻ പോയ ആളെ കിട്ടിയോ? എന്തായി കാര്യങ്ങള്? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ പ്രിയച്ചി? ഇല്ല, കിട്ടിയില്ല. ആ സമയത്ത് ഇദ്ദേഹം വന്ന് എന്നോട് വഴക്കുണ്ടാക്കി അവൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്ത് പെണ്ണാണ് നീ കണ്ടില്ലേ? ഇവളെ രക്ഷിക്കാനാണ് നീ എന്നോട് പറഞ്ഞത്? നിങ്ങളെ എന്നെ രക്ഷിക്കാനല്ല, എന്റെ ജോലി കൊളവാക്കാനാ വന്നേ. ഇനി എനിക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരുമല്ലോ. ഉറക്കം വരുന്നുണ്ട്. വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങണം. എന്നെ എന്തിനാ ശല്യം ചെയ്യുന്നത്? നീ എന്റെ അടുത്ത് വന്നാലേ എനിക്ക് തലവേദന തുടങ്ങും. നോക്കൂ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക, ഈ ബെഡ് എന്റേതാ. എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരും, മറ്റെവിടെയും കിടക്കാൻ പറ്റില്ല. നിനക്ക് ഉറക്കം വന്നാലും ഇല്ലെങ്കിലും നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഒന്നാമതേ എന്റെ ഈവനിങ് നീ കൊളവാക്കി. ഈ രാത്രിയെങ്കിലും കൊളവാക്കാതെ ഒന്ന് പോവും. ഞാനാണോ നിങ്ങളുടെ വൈകുന്നേരം കൊളവാക്കിയത്? ഒന്നും പറയുന്നില്ല. നിങ്ങൾ വന്ന് എന്നോട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് എനിക്കാ നഷ്ടം ഉണ്ടായത്. ഇനി എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിക്കണ്ട. പോകുന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും എടുത്തിട്ട് പൊയ്ക്കോളണം. ഇനി അതെടുക്കാൻ ഇതെടുക്കാനെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു പറയാത്തത്. സാരമില്ല, ഇപ്പൊ ഞാൻ വന്നില്ലേ, കാര്യം പറ. ചേച്ചി, എല്ലാത്തിനും കാരണം ആ തനുവാണ്. അവൾ എന്ത് പറഞ്ഞ അവനെ മയക്കുന്നതെന്നും എനിക്കറിയില്ല. അവൻ ആകെ പെട്ടിരിക്കുകയാണ് പ്രിയേച്ചി. എനിക്ക് മനസ്സിലാവുന്നില്ല അവനെന്ത് എങ്ങനെയായി പോയെന്ന്. ആരെയും മനസ്സിലാക്കുന്നുമില്ല, ആരുടെ ഫീലിങ്സും അറിയണ്ട. അവനിപ്പോ അവന്റെ ഉത്തരവാദിത്വം വലുത്. ഉത്തരവാദിത്വം? ആ പ്രിയേച്ചി, ആ തനുവിന്റെ കുഞ്ഞില്ലേ പ്രിയേച്ചി, അവൻ കരുതിയിരിക്കുന്നത് ആ തനുവിന്റെ കുഞ്ഞ് അവന്റെ ആണെന്നാണ്. അവൻ പുറത്തൊന്നും കാണിക്കാതെ ഉള്ളിൽ നേറിക്കൊണ്ടിരിക്കുക. തനുവിന്റെ കൂടെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, തനുവിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്, ഇത് മാത്രം അവന്റെ ചിന്ത. സദാസമയം തനുവിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനുവിന്റെ കാര്യം ഞാൻ നോക്കി. ഇവളെന്തിനാ അബിയുടെ റൂമിൽ എത്തി നോക്കിട്ട് പോന്നെ? ഇവക്കെന്താ അകത്ത് കയറിക്കൂടി? ഇനി അബി ഉറങ്ങുന്നത് കാണാൻ വന്നതെങ്ങാനും ആണോ? അങ്ങനല്ല മൈഥിലി, ഇവള് മറ്റെന്തിനോ വന്നതാ. കള്ളന്മാരുണ്ടല്ലോ, എല്ലാവരും ഉറങ്ങുന്ന സമയത്താ അവരുടെ പ്ലാൻ നടത്തുന്നത്. എല്ലാവരും ഉറങ്ങിക്കോ, പക്ഷെ ഡിറ്റക്റ്റീവ് മൈഥിലി ഉറങ്ങില്ല. എപ്പോഴാണോ കള്ളനെ കൈയോടെ പിടിക്കുന്നത് അപ്പോ വരെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ കിടന്നില്ലേ? എന്നെ ഓർക്കുകയായിരുന്നോ? എന്തിന്? ഓർക്കാൻ പറ്റിയ വ്യക്തിയാണല്ലോ നീ അല്ലേ? നിന്നെ ഓർക്കുന്ന വ്യക്തി ആരായാലും പണ്ടാരടങ്ങി ചത്തുവും. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കൈയോടെ പിടിച്ചു. എന്ത് കള്ളം? എന്തിനാ സ്വയം ഇങ്ങനെ നേറിപ്പുകയുന്ന? എല്ലാം കുറച്ചു ദിവസത്തിനകം ശരിയാവുന്ന ഞാൻ പറയല്ലേ? ആ അതെ, എല്ലാം ശരിയാവും. നീ നിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകുമ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? നിങ്ങൾ വിചാരിച്ച് കൂട്ടുന്നത് പോലെ ഒന്നുമില്ല. സത്യം എന്താന്ന് വെച്ചാ നീ വിചാരിക്കുന്നത് പോലെ
ഒന്നും നടക്കാൻ പോകുന്നില്ല. ലെറ്റ് മീ ഫിനിഷ്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് നിന്റെ ചാപ്റ്ററും എൻ്റെ മനസ്സിൽ നിന്ന് നിന്റെ ഓർമ്മകളും എൻ്റെ തലയിൽ നിന്ന് നിന്റെ പേര് വരെ മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരച്ഛനാവാൻ പോവാൻ ഞാൻ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് എനിക്ക് തെറ്റിയാൻ സാധിക്കില്ല പ്രിയ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഈ മൈഥിലിയെടുത്ത് എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അവള് സ്വന്തമായിട്ട് ഡിറ്റക്റ്റീവ് ആണെന്നാ വിചാരിച്ചിരിക്കുന്നത്. വീട്ടിലെ ആലിയുടെ കൂട്ടാളി അന്വേഷിക്കുക അവള്. ഓ മൈ ഗോഡ്. അപ്പോ ചേട്ടനെയോ? സംശയം നിന്നെയാ. എന്നെയോ? എനിക്ക് വീട്ടിൽ വെറുതെ നടക്കാനും പറ്റില്ലേ? ഒന്നും ചെയ്യാതെ തന്നെ പിടിക്കപ്പെടും. തനു അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ ഇത് പറ. നീ എന്ത് കാര്യം പറയാനാ എന്റെ റൂമിലേക്ക് വന്നത്? അവിടെ മൈഥിലി ഉണ്ടെന്ന് നിനക്കറിയില്ലേ? ചേട്ടാ, അത് ആ പ്രിയ എന്നെ കാണാൻ വന്നിരുന്നു. എന്റെ അടുത്തൊരു ഡീല് പറയാൻ വേണ്ടി. ഇരുട്ടിൽ തപ്പുകയാണ്. അവൾക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. അവൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം. അവളെ മാത്രമല്ല, മൈഥിലിയെയും. പ്രിയയുടെ കയ്യിൽപ്പെട്ടാൽ ഞാൻ രക്ഷിക്കാം, പക്ഷേ മൈഥിലിയുടെ കൈപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ മണ്ടത്തരം കാണിച്ച പിന്നെ ഞാൻ സഹായിക്കില്ല. എന്ത് ചെയ്യുന്നതും ആലോചിച്ച് വേണം. ആലി അവിടെ ജയിലിലും ഞാൻ ഈ വീട്ടിലെ ജയിലിലും. ഒരു സൈഡില് പ്രിയയും മറു സൈഡില് മൈഥിലി ഏട്ടത്തി. ഒരു സ്വാതന്ത്ര്യവും ഇല്ല. എന്ത് ചെയ്യൂപ്പോ? ഇന്നലെ അദ്ദേഹം എന്നോട് പെരുമാറിയതുപോലെ നമ്മൾ ഇത്രയും നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ എന്റെ രൂപം മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ പണവും സ്വത്തും എല്ലാം നമ്മൾ കൈവശപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇത്രയൊക്കെ ആകുന്നതിന് മുൻപ് ചിലപ്പോ നമ്മൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ സമ്മതിച്ചേനെ. ഇതിപ്പോ ഒരുപാട് വൈകിപ്പോയി അച്ഛമ്മേ. എല്ലാവരുടെ മുന്നിൽ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ശത്രുവാ. ഇനിയിപ്പോ അദ്ദേഹം വിചാരിക്കും തനുവിനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി പറയുന്ന കള്ളത്തരങ്ങളാ ഇതൊക്കെയെന്ന്. അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ തനു അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് വച്ചിരിക്കാന്ന്. അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ കുഞ്ഞ് അദ്ദേഹത്തിന്റെ എന്ന്. ഈ സമയത്ത് നമ്മൾ അദ്ദേഹത്തോട് പോയി സത്യങ്ങളൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും നമ്മളെ വിശ്വസിക്കില്ല അച്ഛമ്മ. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ പ്രിയേച്ചി അവിടെ ആ പ്രണവ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തനു കാണാൻ പോകുന്ന ആ വ്യക്തി അയാള് തന്നെയാണ് തനുവിനെ ആലിയെ സഹായിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അവരുടെ സംഭാഷണം കേട്ടപ്പോഴാ എനിക്ക് മനസ്സിലായത് അയാൾ മറ്റാരുമല്ല, അയാളാണ് തനുവിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. അതുകൊണ്ട് മാത്രം അത്ര റിസ്ക് എടുത്ത് ഞാൻ കുറച്ചു സമയം കൂടെ അവിടെ നിന്നത്. പക്ഷെ എനിക്ക് അയാളുടെ മുഖം പോലും കാണാൻ പറ്റിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നതെല്ലാം നടന്നു. നമ്മളാണ് ഇനി കൂടുതൽ സൂക്ഷിക്കേണ്ടത്. തനുവിന്റെ കഷ്ടകാലം ഇനി തുടങ്ങുകയാണ്. ഇനി അവളുടെ സത്യം എല്ലാവരുടെ മുന്നിലെത്തും. രണ്ട് സഹോദരിമാരും ഒത്തുചേർന്നാണ് എല്ലാവരും വിഡ്ഢികളാക്കിയത്. നോക്കൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒന്നോർക്കണം, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്നിൽ നിന്നും തിരിച്ചൊരു ദയയും നീ പ്രതീക്ഷിക്കണ്ട. നീ എന്താ കളിയാക്കാണോ? അത് നിനക്ക് മനസ്സിലായിക്കോളും. നിനക്കറിയില്ലേ, അതോ നീ ശ്രദ്ധിക്കാത്തതോ മറന്നുപോയതോ ആണോ? എന്റെയും അദ്ദേഹത്തിന്റെയും നിയമപരമായ ഡിവോഴ്സ് ഇതുവരെ നടന്നിട്ടില്ല. അന്ന് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിച്ച പേപ്പേഴ്സ് ഒന്നും ഡിവോഴ്സ് പേപ്പേഴ്സ് ആയിരുന്നില്ല, പ്രോപ്പർട്ടി പേപ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാനായി അദ്ദേഹം എന്നിൽ നിന്ന് ഒഫീഷ്യലായി ഡിവോഴ്സ് വാങ്ങേണ്ടി വരും. പിന്നെ ഞാനായിരിക്കും തീരുമാനിക്കുക അദ്ദേഹത്തിന് ഡിവോഴ്സ് കൊടുക്കണോ വേണ്ടയോ എന്ന്. ചെയ്യും. അവരെ പിടികൂടുന്നതിന് നമുക്ക് അവസരവും കിട്ടും. അച്ഛമ്മ, ഞാനും ഇങ്ങനെ തന്നെ ആദ്യം വിചാരിച്ച. ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാകൂ. ഇനി നമ്മുടെ മുന്നിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ. അവൾ അയാളെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവളെ പിന്തുടർന്ന് പിടിക്കണം. കഴിഞ്ഞ തവണ അവള് പോകുന്നത് അയാളെ കാണാനാണെന്ന് അറിയില്ലായിരുന്നു. ഇത്തവണ നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ പ്ലാനിങ്ങും ആ രീതി തന്നെയാ. ശരി, നീ പറയുന്നതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇത്തവണ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒന്നുകിൽ റോണി അല്ലെങ്കിൽ പ്രണവ്, ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടാകും. ഇതെന്റെ ഓർഡറാ. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ശരി, അച്ഛമ്മ എന്ത് പറയുന്നോ അത് തന്നെ ചെയ്യും. ശരി. നമ്മുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നത് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ പ്രിയേച്ചി ഉണ്ടല്ലോ. അവളുടെ പേര് പറയരുത്. അവളുടെ പേര് പോലും പറയരുത് ഈ വീട്ടിൽ. അവളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്ക് അവള് മരിച്ച പോലെയാ. നിനക്കെന്താ തോന്നുന്നേ? ഞാൻ പ്രിയയ്ക്ക് വേണ്ടി കരയാണെന്നോ? അവക്ക് വേണ്ടിയല്ല, എന്റെ ബുൾബുളിന് വേണ്ടിയാ ഞാൻ കരയുന്നേ. പിന്നെ
ഒരു സെക്കൻഡ് ചെയ്യേ. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ സഹായത്തിനായി പ്രിയയെ വിളിക്കരുതെന്ന്. ഞാൻ മരിച്ച എന്റെ ശവത്തെ പോലും അവള് തൊടരുത്, തൊടാൻ സമ്മതിക്കരുത്. അവളെ ഈ വീട്ടിൽ പോലും കയറ്റി പോകരുത്. അവളെന്താ പറഞ്ഞത്? അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ അവളെ സഹായിച്ചില്ലെങ്കിലും അബിയെ കല്യാണം കഴിക്കാനും സമ്മതിക്കില്ല, ഡിവോഴ്സും തരില്ലാന്ന്. അല്ല, ഡിവോഴ്സ് തരില്ലാന്ന് പറഞ്ഞ? ഞാൻ വിചാരിച്ചത് അവര് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടെന്ന. അല്ല, അവള് ഡിവോഴ്സ് പേപ്പറിലല്ല, കള്ളം പറഞ്ഞ് പ്രോപ്പർട്ടിയുടെ പേപ്പറിലാണ് ഒപ്പ് വാങ്ങിയത്. എനിക്ക് ശരിക്കും പേടിയാവുന്നു. ഇനി അവൾ എന്റെ അബിയുടെയും കല്യാണം മുടക്കുമെന്ന്. എനിക്കൊന്നും അറിയില്ല. ആ പ്രിയെ കൊല്ലാനാ എനിക്ക് തോന്നുന്നു. റിലാക്സ് തന്നെ. നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച എല്ലാം കുളമാവും. ദീർഘശ്വാസം എടുക്കൂ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. റിലാക്സ്. ഒരു വഴി കിട്ടിപ്പോയി. ഞാൻ അബിയുടെ ഡിവോഴ്സിന്റെ കാര്യം പ്രിയോട് ഈ വീട്ടിൽ എല്ലാവർക്കും ദേഷ്യം. പക്ഷേ നിന്റെ ദേഷ്യം നീ ഇപ്പൊ ആരോടാ പറഞ്ഞു തീർത്തത്? അല്ല തനു, ഇനി ഈ ആളാണോ ആലിയെ സഹായിച്ച ആലിയുടെ കൂട്ടാളിയായ ആ ആള് നമ്മുടെ പ്രിയെ കൊല്ലാൻ ശ്രമിച്ചേ? പ്രിയ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവരെനിക്ക് ഉറപ്പായും ഹാർട്ട് അറ്റാക്ക് വരുത്തും. നിന്റെ മൗനം എന്റെ സംശയത്തെ 100% ശരിവെക്കുകയാണ് തനു. ഈ അയാളോടല്ലേ സംസാരിച്ചത്? നിങ്ങൾക്ക് എന്നെ സംശയിക്കാം, പക്ഷെ അധികാര ചോദ്യങ്ങൾ വേണ്ട. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനും അധികാരം കാണിക്കാനും വന്നാ ഞാൻ നെക്സ്റ്റ് ടൈം അബിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നോക്കാം അന്വേഷണം എവിടെ വരെ എത്തിയെന്ന്. നൗ പ്ലീസ് എക്സ്ക്യൂസ് മീ, എനിക്ക് വേറെ ഒരുപാട് ജോലി. അത് ഒഴിവാക്കണമെന്ന്. പക്ഷെ എന്റെ ഓർമ്മകൾ അതെന്റെ അവകാശമാ. മറക്കണോ അത് മനസ്സിൽ സൂക്ഷിക്കണോ എന്ന് ഞാൻ മാത്രം തീരുമാനിക്കും. റോണി, നിന്റെ ഈ പ്രോബ്ലം ഉണ്ടല്ലോ, അത് ഞാൻ ഉറപ്പായിട്ട് സോൾവ് ചെയ്തു. സത്യം? ആ ഏട്ടത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ. നോ എൻട്രി ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ, പറയൂ. ഓ അതൊക്കെ വിട്. നീ ആ ആളിനെ കണ്ടുപിടിക്കണം. പ്രിയെ കൊല്ലാൻ വേണ്ടി ആലിയെയും തനുവിനെ സഹായിച്ച ആ ആളുണ്ടല്ലോ, അയാളെ കണ്ടുപിടിച്ച് നീ പ്രിയയുടെ മുമ്പിൽ കൊണ്ട് നിർത്ത്. നിന്റെ പ്രിയ ചേച്ചി എന്തായാലും സന്തോഷിക്കും. പിന്നെ ഈ ജോലിയിൽ നിന്നെ ഞാനും സഹായിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കാം. എത്രയും പെട്ടെന്ന് അയാളെ നമുക്ക് കണ്ടുപിടിക്കണം. അത് ശരി. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം മുതൽ ഈ മിഷനിൽ നമ്മൾ രണ്ടൊരു പാർട്ട്നേഴ്സാ. പക്ഷെ നീ ഒരു കാര്യം അത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഞാനും റോണിയും കൂടി ഒരു കാര്യം പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ആ മൂന്നാമനെ കണ്ടുപിടിക്കാൻ നോക്കുക. നമ്മുടെ പ്രിയെ കൊല്ലാനായിട്ട് ആലിയും തനുവിനെ സഹായിച്ച ആ ആളില്ലേ, അയാളെ. രാജ്, നിങ്ങളൊരു പഞ്ചപാവോ. പക്ഷെ ആ തനു ആലി ഉണ്ടല്ലോ, അവര് കൗശലക്കാരാ. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളാണെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ആ ആളിനെ കണ്ടെത്തും. അയാളെ കണ്ടെത്തി പ്രിയയുടെ മുമ്പിൽ എത്തിക്കും. അതിനുവേണ്ടി കുറെ കാര്യം പ്ലാൻ ചെയ്യാനുണ്ട്. അടിപൊളി ഭാര്യ. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്നെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുന്നു. പ്രണവ്, എനിക്ക് ശക്തിയില്ല. പക്ഷെ നീ അങ്ങനെയല്ല. കൂട്ടത്തിൽ ഒരു പങ്ക് നീയും എടുത്തോ. എനിക്കൊന്നും വേണ്ട. എനിക്കുള്ളതും കൂടെ നീ അങ്ങ് എടുത്തോ. പക്ഷെ പ്ലീസ് പ്രിയ, ഇതെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യ്. എന്തിന്? കാര്യം എനിക്കിനിയും ഈ പ്രഷർ സഹിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാവർക്കും എന്റെ സ്വത്ത് മാത്രമാണ് വേണ്ടത്. എന്റെ കുടുംബത്തിനെ ഞാൻ എത്ര സ്നേഹിച്ചിട്ടും അവർക്കെല്ലാം എന്റെ പൈസ മാത്രമാണ് വേണ്ടത്. ദേ ഇപ്പോ ബുൾബുളിന്റെ കാര്യം തന്നെ നോക്ക്. അവള് മരിക്കാൻ തന്നെ കാരണം ആർക്കോ എന്റെ പൈസയോടുള്ള അത്യാഗ്രഹം തന്നെയല്ലേ. അതുപോലെ ആലിയ, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണവും എന്റെ സ്വത്താണ്. നിന്റെ ഈ മാറ്റത്തിന് കാരണം എന്താ? അതും എന്റെ പൈസയ്ക്ക് വേണ്ടിയല്ലേ. എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, പണം കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാം നേടാൻ വളരെ കഷ്ടപ്പെട്ട. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി അവരെന്നെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി. ഇന്ന് അതേ പൈസ കാരണം എന്റെ ഫാമിലി നശിക്കുക. ഇനിയും അവർ ഒരിക്കലും എന്റെ പൈസയ്ക്ക് വേണ്ടി തമ്മി തല്ലാൻ പാടില്ല. ഇനിയും വിഷമിക്കരുത്. അതിന് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ.
എന്റെ കയ്യിലുള്ളതെല്ലാം അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. അവരെല്ലാം സന്തോഷമായിരിക്കുമ്പോൾ എവിടെയായിരുന്നാലും ഞാനും സന്തോഷിക്കില്ല. എനിക്ക് എന്തായാലും തനുവിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. തനു എന്റെ കുഞ്ഞ്, അത് മതി എനിക്ക്. നീ ഇതെങ്കിലും ഒന്ന് ചെയ്, എന്റെ ഫാമിലിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, പ്ലീസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം ശരിയാവുമെന്ന്? തീർച്ചയായും. പിന്നെ ഈ ഒരു വഴിയല്ലാതെ വേറെ ഏത് വഴിയാ എനിക്കുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഈ സ്വത്ത് മുഴുവൻ പോയതിനു ശേഷവും തനു നിങ്ങളെ കല്യാണം കഴിക്കുമെന്ന്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുമെന്ന്? നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? തനു എന്റെ സ്വത്തിന് വേണ്ടിയാ നിൽക്കുന്നതെന്നാണോ? അതെ, തനു എന്തുകൊണ്ടാ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതെന്ന്. എന്തായാലും ഇപ്പൊ ഞാൻ ഒന്നും തന്നെ നിങ്ങൾക്ക് തിരികെ തരില്ല. ഇപ്പോഴെനിക്ക് ഈ സ്വത്തിന്റെ ആവശ്യമുണ്ട്. ആ ഒരു വ്യക്തിയെ കണ്ടെത്താൻ. അയാൾ കാരണം എന്റെ ബുൾബുൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത. ശരി, ഞാൻ അയാളെ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളും കണ്ടെത്തൂ. തനു നിങ്ങളുടെ സ്വത്തിനെയാണോ അതോ നിങ്ങളെ തന്നെയാണോ പ്രണയിക്കുന്നതെന്ന്? സരളയോട് പറയാൻ ഇത് ശരിയായ സമയമാണോ എന്നാ? അച്ഛമ്മ, ഇത് ശരിയായ സമയം അല്ലെങ്കിൽ പിന്നെ ഏതാ ശരിയായ സമയം? മോനെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇത് തീരെ ഉചിതമല്ല. ഈ സമയത്ത് പ്രിയ അവളുടെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അവൾ എത്രത്തോളം അവളുടെ ലക്ഷ്യത്തിന് അടുത്തെത്തുന്നുവോ അവളുടെ ബുദ്ധിമുട്ടുകളും അത്രത്തോളം തന്നെ കൂടും മോനെ. സരളയുടെ കാര്യം എന്താന്ന് വെച്ചാ അവളുടെ മനസ്സിനുള്ളിലുള്ളത് അവൾക്ക് ഒളിച്ചു വെക്കാനേ കഴിയില്ല. മനസ്സിനകത്ത് പ്രിയയോടുള്ള വെറുപ്പ് അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണും. ഞാൻ വിചാരിക്കുന്നത് ഇക്കാര്യത്തിലുള്ള തീരുമാനം നമുക്ക് പ്രിയയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇനി എന്ത് തീരുമാനമെടുത്താലും അത് നീ തന്നെ എടുക്കട്ടെ എന്ന്. മോളെ, നിനക്ക് നിന്റെ സത്യാവസ്ഥ അമ്മയോട് പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞോ. പക്ഷെ അതിന്റെ കൂടെ നിനക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടി വരും. അഭിയുടെ ശത്രുക്കളുടെ സത്യാവസ്ഥയും നിനക്ക് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരേണ്ടി വരും. ഇവിടെ വരെ ഞാൻ നിന്നെ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് നീ ഒറ്റയ്ക്ക് പോകണം. നിന്റെ തീരുമാനങ്ങൾ നീ സ്വയം എടുക്കണം. അതിൽ ഞാൻ ഇടപെടില്ല. എല്ലാം ആലോചിച്ചുറപ്പിച്ച് വേണം തീരുമാനമെടുക്കാൻ. നിഖിലിന്റെ ഈ കാർഡ് ഇതെങ്ങനെ ഇവിടെ വന്നു? അബി, ഐ വിഷ് എനിക്കിതാരെങ്കിലും തന്നിരുന്നെങ്കിൽ നീ ജലസ് ആവുന്നത് എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഗ്രീറ്റിംഗ് കാർഡ് ആലിയയ്ക്ക് കിട്ടിയതാ. ആലി ആരോ പ്രപ്പോസ് ചെയ്തു. ബട്ട് ആസ് യൂഷ്വൽ ആലിയ ഇഗ്നോർ ചെയ്തു. പാവം. പക്ഷേ നീ എന്താ ഇത്ര രാവിലെ ഇവിടെ? എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? അത് മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുക പുറത്തേക്കൊന്ന് പോയാലോന്ന്. നീയും പോന്നു എൻ്റെ കൂടെ? ശരിക്കും അബി, യുനോ നമ്മൾ എത്ര നാളുകൾക്ക് ശേഷം ലഞ്ച് കഴിക്കാൻ പോകുന്നെന്ന്. നീ ഇവിടെ നിൽക്ക്, ഞാൻ റെഡി ആയിട്ട് വരാം. പോവല്ലേ? എന്തെങ്കിലും പഠിക്ക് ഇവളിൽ നിന്ന്. എന്തോന്ന് പൊറോട്ട ഉണ്ടാക്കുന്നോ? അല്ല, ഒരാളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് തയ്യാറാക്കേണ്ടതെന്ന്. മമ്മി കൊള്ളാലോ. ഇതെല്ലാം ഉണ്ടല്ലോ. ഞാനാ ഇവക്ക് പറഞ്ഞു കൊടുത്തേ നിങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടമുള്ളതെന്നും ഇഷ്ടമല്ലാത്തതെന്നും. പിന്നെ ഈ പനീർ പറാത്ത ഉണ്ടാക്കാനും ഞാനാ ഇവക്ക് പറഞ്ഞു കൊടുത്തത്. കള്ളം പറയരുത്. ഇളയ മരുമകൾക്ക് മാർക്ക് കൂടുന്നത് കണ്ട് നീ ഇടയ്ക്ക് കരുക്കൾ നീക്കുക. അല്ല മമ്മി, ഇതെല്ലാം ഉണ്ടാക്കാൻ മൈഥിലി ഏടത്തി എന്നെ പഠിപ്പിച്ചേ. കേട്ടല്ലോ അല്ലേ ഇപ്പൊ?
എന്താ? ഞാൻ ഏട്ടത്തിയുടെ അടുത്ത സ്റ്റെപ്പിന്റെ മുഴുവൻ പ്ലാനും ചെയ്തു കഴിഞ്ഞു. ഞാനും പൂർണ്ണമായി തയ്യാറാണ്. ഇനി എങ്ങനെയെങ്കിലും ചേച്ചിയെ സഹായിക്കണം, എന്നിട്ട് കണ്ടുപിടിക്കണം ഈ വീട്ടിലെ കള്ളൻ ആരാണെന്ന്. അതൊക്കെ ശരിയാ, പക്ഷെ അതിനു മുമ്പ് നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? പോ, ചെന്ന് നിന്റെ ചേച്ചിയോട് പറയും. എല്ലാ പടകളും നമ്മളെ നോക്കുന്നത്. ആരും അറിയാൻ പാടില്ല നമ്മൾ എന്ത് മിഷനാ പ്ലാൻ ചെയ്യുന്നത്. എന്താ എല്ലാരും ഇങ്ങനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മുഖത്ത് ആഹാരത്തിന് മെനു ഒന്നും ഒട്ടിച്ചിട്ടില്ലല്ലോ. അവിടെ ഉള്ളതങ്ങ് കഴിച്ചോ. ചേച്ചിയുടെ ഓർഡറാ. കണ്ടെത്തിയേ മതിയാകൂ. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കണ്ട. അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തും. എത്രയും വേഗം തനുവിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരും ചെയ്യും. പക്ഷെ അതുവരെ അദ്ദേഹം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തോട്ടെ. എത്രത്തോളം ഇപ്പോ തനുവിനോട് അടുക്കുന്നുവോ, സത്യങ്ങൾ അറിയുമ്പോ അത്രത്തോളം അകലുകയും ചെയ്തോളും. അമ്മയോട് സത്യം പറയാന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അച്ഛമ്മ പറയുന്നതും അദ്ദേഹത്തിന്റെ ശത്രുക്കളെ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ എത്തിക്കണം. ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അമ്മയുടെ സത്യങ്ങൾ എപ്പോ പറയണമെന്നാ. തനുവിന്റെ സത്യങ്ങൾ പുറത്തു വരുന്നതിന് മുൻപോ അതിനു ശേഷമോ എന്നാ. കാണുന്നില്ലല്ലോ. നമ്മൾ എവിടെന്നാ പിന്നെ ഭക്ഷണം കഴിക്കുക? നീ കാണുന്നില്ലേ, തട്ടുകടയല്ലേ ഉള്ളത്. ഇവിടെ അടിപൊളി ഫുഡാ. കൊച്ചിലെ ഇവിടെ നിന്നാ ഞാൻ ഫുഡ് കഴിക്കാറ്. 50 രൂപയ്ക്ക് സ്പെഷ്യൽ ഊണ്. നിനക്കും എന്തായാലും ഇഷ്ടപ്പെടും. തമാശ പറയാണോ? തമാശ? അബി, ഞാൻ എങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും? ഐ മീൻ, ഐ എം സോറി, എനിക്ക് കഴിക്കാൻ പറ്റില്ല അബി. നീ ആദ്യം എന്നെ ഓട്ടോയിലൂടെ കൂട്ടിക്കൊണ്ടുവന്നു, എന്നിട്ട് ലഞ്ച് കഴിക്കാൻ ഈ തട്ടുകടയിലേക്ക് കൊണ്ടുവന്നു. അബി, നമ്മൾ എത്ര നാൾ കഴിഞ്ഞ ലഞ്ചിന് വേണ്ടി വന്നത്? നീ എന്നെ ഇത് കാണിക്കാനാണോ കൊണ്ടുവന്നേ? അങ്ങനെ ആയിരുന്നെങ്കിൽ വീട്ടിലിരുന്ന മതിയായിരുന്നല്ലോ. എന്താ വേണ്ടതെന്ന്? ഈ ഒന്നുമില്ലാത്ത അഭിയെ വേണോ, അതോ ആ റോക്ക് സ്റ്റാറായ അഭിയെ വേണോന്ന്? നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ അബി. അബി, ഞാൻ നിന്നെ മാത്രമേ എപ്പോഴും സ്നേഹിക്കുന്നുള്ളൂ. ചിലപ്പോ നിന്നെ സ്നേഹിച്ചതിനുള്ള എന്റെ ശിക്ഷയായിരിക്കും ഇത്. എല്ലായ്പ്പോഴും നിന്നോട് ഇങ്ങനെയൊക്കെ പറയാം. അബി, എനിക്ക് ഹൈ പ്രൊഫൈൽ ലൈഫ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ എന്റെ കരിയർ നശിപ്പിക്കില്ലായിരുന്നു. എന്റെ അച്ഛനമ്മമാരുടെ വീട് വിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്നിട്ടും നീ എന്നോട് പറയുന്നത് ഞാൻ നിന്നെക്കാളേറെ നിന്റെ പണത്തിനെ സ്നേഹിക്കുന്നെന്ന്. അബി, ഞാൻ പ്രഗ്നന്റ് ആയത്. പക്ഷെ നിനക്ക് വിഷമമാണെങ്കിൽ ഐ എം സോറി. ഐ പ്രോമിസ്, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇനി നീ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ അതൊക്കെ ചെയ്തോളാം. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി എല്ലാ ദിവസവും എനിക്ക് എന്റെ സ്നേഹം തെളിയിക്കേണ്ടി വരും. വരും. വേണ്ട തനു, നീ ഇനി ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം മനസ്സിലായി. നീ എന്റെ പണത്തെയല്ല എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. ഇക്കാര്യം ഒരാൾക്ക് കൂടി നീ തെളിയിച്ചു കൊടുക്കണം. കണ്ടിട്ടില്ലേ? ഇനി അതോ ആ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു ആന്റി? മോനുമായിട്ടുള്ള ബന്ധം എങ്ങനെ മുറിച്ചു കളയാൻ കഴിയും? പ്രണവ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. എനിക്കിപ്പം മനസ്സിലായി, രക്തബന്ധത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന്. ഒരു മോളെ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി. അവളുടെ പ്രവൃത്തി കാരണം രണ്ടാമത്തവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ ഒരാൾ പോലും ചിന്തിച്ചില്ല പിന്നീട് എന്റെ അവസ്ഥ എന്താവുമെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുക, എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിലെന്ന്. മോനെ പോലെ അവൻ എന്നെ നോക്കുമായിരുന്നു, എന്നോട് ചോദിക്കുമായിരുന്നു എനിക്ക് സുഖമാണോ. എന്താ ആന്റി ഇതൊക്കെ? ഈ ഉണ്ടായിരുന്നെങ്കിലെന്ന് വെച്ചാൽ എന്താ, പ്രണവും ഞാനൊന്നും മക്കളല്ലേ? ഒരു കാര്യം സമ്മതിച്ചു, ഞങ്ങൾ അവിടെ ഇല്ലെങ്കിലും നരക തുല്യമാക്കി. എന്നിട്ടും മോൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല ആന്റി. ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ, അതൊക്കെ എനിക്കൊന്ന് തിരുത്തണം. അതിനെനിക്ക് ആന്റിയുടെ പെർമിഷൻ കൂടി വേണം. എന്റെ സമ്മതോ? അതെ ആന്റി. എന്താന്ന് വെച്ചാ ആന്റിയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു. എനിക്കറിയാം ഇതൊന്നും പറയാൻ പറ്റിയ സമയമല്ലെന്ന്. എല്ലാം മാറിപ്പോയി ആന്റി. വീട്ടിലെ അന്തരീക്ഷവും അവളുടെ പെരുമാറ്റവും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒരു പരിധി വരെ ഞാനും തെറ്റുകാരനാണ്. എനിക്ക് ആ തെറ്റൊക്കെ തിരുത്തിയേ പറ്റൂ ആന്റി. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ആന്റിയുടെ അനുഗ്രഹവും വേണം എനിക്ക്. മോനെ, അതിന് നീ എന്റെ അനുഗ്രഹം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്റെ അനുഗ്രഹം മോൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ മോനതിന് എന്നോട് അനുവാദം ചോദിക്കുന്നത്?
എന്റെ കണ്ണിൽ പ്രിയ എപ്പോഴാ മരിച്ചു പോയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മോന്റെ സന്തോഷമാണ്. ഇനി മോന് തനുവിനെ കല്യാണം കഴിച്ച സന്തോഷമാകുമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. സത്യമായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമാണ് മോനെ. ആന്റി, അപ്പോ ആന്റിയുടെ അനുഗ്രഹം കിട്ടിയല്ലേ? മോനൊന്നും പറയണ്ട. എന്റെ എന്റെ അനുഗ്രഹം മോൻ എപ്പോഴും ഉണ്ടാവും ഓർത്താ മതി. സന്തോഷമായിട്ടിരിക്കെ. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ആക്ച്വലി ഞാനൊരു കാര്യം തീരുമാനിച്ചു. തനുവിനെ വിവാഹം ചെയ്യാൻ. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും തനു എനിക്കൊരു ആപ്റ്റായിട്ടുള്ള പെൺകുട്ടിയല്ലാന്ന്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തനു ഈസ് ദ റൈറ്റ് ഗേൾ ഫോർ മീ. നീ എന്തായി പറയുന്നത്? അതെ, ഞങ്ങൾക്കെല്ലാം അറിയാം തനു വളരെ നല്ല കുട്ടിയാണെന്ന്. ഇവളെ കുറിച്ച് ഞങ്ങൾ ആരും ഇതുവരെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കിതും അറിയാം, നീ ഇവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ നിനക്ക് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല ഞാൻ അവനെ പണത്തിന് വേണ്ടി മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന്. കാരണം എന്റെ സ്നേഹം സത്യമാണ്. അപ്പൊ അബിയുടെ പക്കൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞാൻ അബിയോടൊപ്പം എന്നും ഉണ്ടാവും, അവനെ കല്യാണം കഴിക്കുകയും ചെയ്യും. നിനക്കിനി ഞങ്ങളെ ഒരിക്കലും അകറ്റാനാവില്ല. ഞാൻ അഭിയുടെ നല്ലതും ചീത്തയുമായ എല്ലാ സമയത്തും അവനോടൊപ്പം തന്നെ ഉണ്ടാവും. അവനെ സപ്പോർട്ട് ചെയ്യും, അവന്റെ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരും. പറ്റുമെങ്കിൽ ഞാൻ അവന് വേണ്ടി വർക്കും ചെയ്യും. അവന് സന്തോഷം കിട്ടുന്ന ഏത് ജോലിയും ഞാൻ ചെയ്യും. പക്ഷേ നീ ചെയ്യുന്നതൊന്നും ഒരിക്കലും ഞാൻ അഭിയോട് ചെയ്യില്ല. കാരണം ഞാൻ നിന്നെ പോലെ അല്ല. പെർമിഷൻ തന്നത് എന്തിനാണെന്ന് അറിയോ? നീ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് അവന്റെ പണം മുഴുവൻ കൈപ്പറ്റുന്നതിന് വേണ്ടി. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ താഴെ നടക്കുന്ന നാടകം കണ്ടിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല നീ അവനെ കളഞ്ഞിട്ട് വരുമെന്ന്. അങ്ങനെ നിനക്കാണ് തോന്നുന്നതെങ്കിൽ, പക്ഷെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആരോടും പറയാറില്ലല്ലോ. നമ്മൾ പറയുന്ന ഒന്നും ചെയ്യാറുമില്ല, അതുപോലെ ചെയ്യാൻ പോകുന്നതൊന്നും പറയാറുമില്ല. അപ്പൊ നീ ഇങ്ങനെ അനാവശ്യമായി എന്നെ സംശയിക്കുന്നത് ഒന്ന് നിർത്ത്. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? തനു, നീ എന്നോട് ഗെയിം കളിക്കുന്ന അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എന്നെക്കാളും മോശമായ ഒരാൾ മറ്റാരും കാണില്ല. ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ദിവസം എന്ന് പറഞ്ഞാൽ ദിവസവും. പക്ഷെ എനിക്കൊരു റിപ്ലൈ തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് തടയുകയാണ്. എനിക്കറിയില്ല തനു, ഈ വീടിന്റെ ഓണർ ആരാണെന്ന്. എനിക്ക് ഒരാളെ അറിയൂ. ഞാൻ പണം ഏൽപ്പിച്ച ആ ആളെ മാത്രം. ഞാൻ അവളിൽ നിന്ന് ആ പണം വാങ്ങി അടങ്ങൂ. തനു, നിനക്കറിയാലോ എന്റെ പണം റിക്കവർ ചെയ്യാൻ ഞാൻ എന്തും ചെയ്യുമെന്ന്. ഇതുവരെ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇത് അറിയാവൂ. എന്നിട്ട് നിന്റെ അവസ്ഥ കണ്ടോ? സോ പ്ലീസ്, ഈ ഗെയിം കളിക്കുന്ന നീ ഒന്ന് അവസാനിപ്പിക്കുക. അപ്പോഴേ എന്റെ ബന്ധം നിന്നോടും അബിയോടുമൊപ്പം നിലനിൽക്കൂ. ഈ കാര്യം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. എന്നാലേ നമുക്ക് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടൂ. ഐ തിങ്ക് യു ആർ റൈറ്റ്. പക്ഷെ മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? റോണി, ഈ ഒരു രാത്രി നീ എനിക്ക് താ. ഈ ഒരൊറ്റ രാത്രി മുഴുവൻ ഞാനിരുന്ന് ആലോചിക്കാം. എന്നിട്ട് ഉറപ്പായിട്ട് ഒരു വഴി കണ്ടെത്തും. ഡിറ്റക്റ്റീവ് മൈഥിലി, നീ നിന്റെ പണി തുടങ്ങിക്കോ. സത്യം പുറത്തു വരുമെന്ന് ഇക്കാര്യം നിങ്ങൾ സ്വയം പറയേണ്ടതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സത്യം പുറത്തു വരാൻ പോവുകയാണ്. ഒരു സത്യത്തെ നീ ഇപ്പം പുറത്ത് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഏത് സത്യത്തിന്റെ കാര്യമാണ് നീ പറയുന്നത്? നീ ധൈര്യമായിട്ട് പറയും, ഞാനൊന്നും വിചാരിക്കില്ല. നിങ്ങളോട് സഹതാപം തോന്നുന്നു. എന്തിനാ ഇത്ര നല്ലവനാവുന്ന? അത് നിങ്ങൾക്ക് തന്നെ കെണി ഒരുക്കുമ്പോ. ഇത്ര നല്ലവനായിരുന്നാൽ ആളുകൾ അവരവരുടെ കാര്യം നേടിയെടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താ കരുതിയത്? തനു എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയുന്നോ അവള് പണത്തിന് വേണ്ടിയാ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന്? എന്ത് കാര്യം? എന്റെ തോന്നലുകൾക്ക് എന്താ പ്രസക്തി? നിങ്ങൾക്ക് തനു സത്യസന്ധയാണെന്ന് തോന്നുകയാണെങ്കിൽ ചെന്ന് കല്യാണം കഴിക്കോ അവളെ. നിങ്ങളുടെ ജീവിതമാണ്. മൂവ് ഓൺ. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കല്യാണം കഴിക്കാം.
പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഞാൻ നന്നായി ശ്രമിച്ചു. ഇനി ആ സത്യം നിങ്ങളുടെ കല്യാണത്തിന് മുൻപോ അതിനു ശേഷമോ നടക്കുന്നത് നിങ്ങളുടെ തലയിലെഴുത്ത് പോലിരിക്കും. അതിനി ആര് വിചാരിച്ചാലും മാറ്റാനാവില്ല. തനുവിന്റെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് തെറ്റിയാൻ എന്നെ കൊണ്ടാവില്ല. ആ കുഞ്ഞ് എന്റേതായി തന്നെ വളർന്നേ പറ്റൂ. നോക്ക്, ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ മനസ്സിൽ നീ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നീ എന്നോട് എന്ത് വേണമെങ്കിലും അയക്കോ, പക്ഷേ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുക. എന്നെ വെറുതെ വിട്ടേക്കും. ചേച്ചി പിന്നെ എന്തിനാ വെച്ച് ഒരാളെ വേഗം തന്നെ കണ്ടുപിടിക്കുന്നേ? എനിക്ക് അങ്ങനെ ആരെയും തന്നെ ഓർമ്മയിൽ കിട്ടുന്നില്ല പ്രണവ്. അങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ പ്രണവ് ഇത്. ഞാൻ ആകാശിനോട് സംസാരിക്കാം, അതേ കാര്യം ചെയ്യും. വേണ്ട രച്ചു, ഈ വീട്ടിൽ ആരെങ്കിലും തന്നെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്നു തിരിച്ചറിയാത്ത ഒരാളെ നമുക്ക് ഈ കാര്യത്തിന് ആവശ്യം. ചേച്ചി ഒരു കാര്യം ചെയ്യോ? അതുവരെ ബ്ലാക്ക്മെയിൽ ചെയ്യ. ഉറപ്പായും പിന്നെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആവുമല്ലോ പ്രിയേച്ചി. പ്രണവ്, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നമുക്ക് ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഒരാളെ വേണം നമുക്ക് കിട്ടാൻ. അതായത് ബ്ലാക്ക്മെയിൽ ചെയ്യാനും കഴിയണം, തനുവിന് ഒരു സംശയം തോന്നാനും പാടില്ല. ശരി ചേച്ചി. നിങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോഴല്ലേ സഹായത്തിന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരികയുള്ളൂ. മനുഷ്യന് സങ്കടം വന്ന് തോറ്റ് നിങ്ങളെ ഓർക്കാൻ വേണ്ടി, സഹായത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പൂജ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ശരിയല്ലേ? പക്ഷെ എന്തിന്? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഒരാൾ എന്തുകൊണ്ട് അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നില്ല? എന്തിന് നിങ്ങൾ പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു? ഒരാൾക്ക് തലയെടുപ്പോടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിക്കണമെന്നുണ്ടോ? ഒരാളുടെ മരണവും ജന്മവും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ? എന്തായാലും ജീവിതം തന്നതല്ലേ, അപ്പോ ജീവിക്കാൻ കൂടെ അനുവദിച്ചുകൂടെ നിങ്ങൾക്ക്? ഇതിപ്പോ പാവകളെ പോലെ കണ്ട് ജീവിതം അത്ര നിങ്ങളെപ്പോലെ എന്റെ മനസ്സിനെയും കല്ലാക്കുക എന്നതാണ്. അപ്പോ എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഓർത്ത് സങ്കടപ്പെടണ്ട. കുടുംബത്തോടുള്ള ഫീലിങ്സ് ഉണ്ടാവില്ല. അപ്പോ പിന്നെ എനിക്കും വിഷമങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അതിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് കളിക്കാൻ പോകുന്ന ഗെയിമിൽ ജയിക്കാൻ പോകുന്നത് നിങ്ങളാണോ അതോ ഞാനാണോ എന്ന്. തനു, നീ എന്നോട് ഗെയിം കളിക്കുന്ന അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എന്നെക്കാളും മോശമായ ഒരാൾ മറ്റാരും. എന്താ എത്ര താല്പര്യം? ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല തനു. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആദ്യം ആ നിഖിലിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്റെ അഭിയുടെയും വിവാഹ ജീവിതം അവൻ കുളമാക്കും. പക്ഷെ എന്ത് ചെയ്യും? ആ ആലിയെ പോലെ ഇവനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയാലോ? വേണ്ട. ഇനി എന്റെ അവസ്ഥയും ആലിയെ പോലെ ആവും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. എന്റെ കല്യാണം ഒന്ന് നടന്നോട്ടെ, പിന്നെ ഈ നിഖിലിനെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. നീ ഇപ്പൊ നല്ലത് മാത്രമേ ചിന്തിക്കാവുള്ളൂ തനു. അഭി നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അവനെ വിഷമിപ്പിക്കരുത്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. നീ മധ്യസ്ഥനാണ്, വളരെ ഇന്നസെന്റ് ആണ്. പക്ഷെ ഈ ജോലിക്ക് അതിബുദ്ധിമാനായ ഒരാളെയാണ് ആവശ്യം. ഇവൾക്ക് ഞാൻ കൊടുത്ത വാർണിംഗ് ഏറ്റിട്ടുമില്ല. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കാരണോ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവളുടെ മുഖമാണല്ലോ ഞാൻ കണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോ. എന്തു പറ്റി? ഇവിടെ തന്നെ നിൽക്കുന്ന എന്താ ചെയ്തോ? ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അഭിയെ കല്യാണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഞാൻ അഭിയോട് സംസാരിക്കാനാണ് പോകുന്നത്. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി. അതെന്താന്ന് വെച്ചാ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അഭി തന്നെ നിന്റെ അടുത്തുനിന്ന് ഡിവോഴ്സ് വാങ്ങും. പിന്നെ
നിനക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വാ. കാരണം നമുക്ക് അവിടെ വെച്ച് തന്നെ തീരുമാനം എടുക്കാം. നീ കാണിക്കുന്ന അധികാരത്തിന്റെ ഷോ ഓഫ് ഉണ്ടല്ലോ, ശരിക്കും അധികാരം ഉണ്ടെങ്കിൽ ഞാനും അഭിയും സംസാരിക്കുന്നത് തടയാൻ നോക്ക്. ഇവൾക്ക് എന്റെ സീക്രട്ടിന്റെ തെളിവ് കിട്ടിയേക്കാം. പിന്നെ ഇവള് വേറെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി നടക്കും. എന്തു പറ്റി? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഇനിയിപ്പോ എന്റെ ശബ്ദം മാത്രമാണ് ഉള്ളിൽ, വിളിക്കുന്നവരൊക്കെ ഞാനാണെന്ന് തോന്നാൻ? നീ ഉറപ്പായും എന്നെ വിളിച്ചിട്ടില്ലല്ലേ? വീണ്ടും വീണ്ടും ഇതേ ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? എനിക്കും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ആരായിരിക്കും അയാൾ? നിന്നെ ഇത്രയും ടെൻഷൻ അടുപ്പിച്ച ആൾ? അയാൾ എന്ത് കാര്യമാ പറഞ്ഞത്? നിനക്ക് ഇത്രയും ദേഷ്യം വരാനും മാത്രം? ഐ ആം ഷുവർ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാ. നീ ആ ഫോണിങ് തന്നെ, ഞാൻ തന്നെ തിരികെ വിളിച്ചു നോക്കാം. ലീവ് മൈ ഫോൺ. ഞാൻ നിന്നെ സഹായിക്കാൻ തനു. ആരാ വിളിച്ചതെന്ന് ഞാൻ നോക്കാൻ. എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. ആ വിളിച്ച നമ്പറിൽ ഇവളേത് ഫോൺ കോളിന്റെ കാര്യ പറയുന്നത്? ഞാനും അത് തന്നെ ചോദിച്ചത്. പറ, ആരുടെ ഫോണാ വന്നത്? അയാൾ എന്താ പറഞ്ഞത്? പറഞ്ഞു. ഒന്നുമില്ല അബി, ഏതോ ഒരുത്തൻ എന്നെ ഫോൺ ചെയ്തു. ഞാൻ കരുതി പ്രിയ ആയിരിക്കും അതെന്ന്. പക്ഷെ പ്രിയ അല്ലായിരുന്നു. ഏതെങ്കിലും മണ്ടനായിരിക്കും. യുനോ, നമുക്ക് ഇങ്ങനെ ഓരോ ഫോൺ കോളുകൾ വരാറുണ്ടല്ലോ. നീ എന്നോട് ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത്തവണ രക്ഷപ്പെട്ടു. പക്ഷെ അപകടം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. തനു അദ്ദേഹത്തോട് ഇപ്പൊ സംസാരിച്ചാൽ ഞാനെടുത്ത ടെൻഷനും റിസ്കും. അതൊക്കെ പോട്ടെ, അത് വിട്ടുകളാ. ഏതോ ഒരു ഭ്രാന്തനാ. നീ അയാളോട് സംസാരിച്ചാ നിന്റെ മൂഡ് നാശമായി പോവും. ഞാൻ ആ ഫോൺ കോളിനെ കുറിച്ചൊന്നും അല്ല ചിന്തിച്ചേ. ഞാൻ ചിന്തിച്ചത് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. ഒരുപാട് ദിവസമായിട്ട് ഞാൻ ചെക്കപ്പിന് പോയിട്ടില്ല. അബി, നീ ഫ്രീ ആണെങ്കിൽ നാളെ എന്റെ കൂടെ ഒന്ന് വരാമോ? തീർച്ചയായിട്ടും വരാം. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? യെസ്, യു ആർ റൈറ്റ്. എനിക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. പക്ഷേ നീ നാളെ റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. നല്ലത് നടക്കുന്നതിന് മുമ്പ് തന്നെ മോശപ്പെട്ട സമയം എത്തി. ആരാവും ഇത് പുറത്ത് ലീക്കാക്കിയത്? ആലിയ ഒരിക്കലും ചെയ്യില്ല. പിന്നെ ആരാ? ഇനി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിഖിലാണോ ചെയ്തത്? ചിലപ്പോ ആയിരിക്കും. ഇപ്പൊ തന്നെ ചോദിക്കാം. സ്വിച്ച് ഓഫ്. നിഖിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടാവും ഈ തമാശ കാണിക്കുന്നത്. സോ ജസ്റ്റ് റിലാക്സ്. നാളെ നോക്കാം. ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങാം. ഇല്ലെങ്കിൽ നാളത്തെ ദിവസം മൊത്തം കൊള്ളാവും. പക്ഷെ തനു ഞങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയി. ഇനി ചിലപ്പോ അവൾ അക്കാര്യം അദ്ദേഹത്തോട് പറയായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെ എന്റെ പുറകെ ആയിരിക്കും. അതിനെക്കുറിച്ച് മാത്രമേ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. എനിക്കൊരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തനുവിനെ തടയാൻ എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നു. അച്ഛമ്മ, എനിക്ക് അറിയാം ഇങ്ങനെ ചെയ്തല്ലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന്. പക്ഷെ എന്റെ മുന്നിൽ മറ്റു വഴിയില്ലായിരുന്നു. അച്ഛമ്മ അങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റൊരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ചതിന് ശേഷം തനു നന്നായി പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്തൊന്നും ഡിവോഴ്സിന്റെ കാര്യം അവള് പറയില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളുടെ കള്ളക്കളി ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. ഇന്നോ? അതും രജിസ്റ്റർ മാരേജ്? അതെ. എന്താ ഇതിന് നീ എന്തിനാ ഇത്ര അത്ഭുതപ്പെടുന്നത്? നീയല്ലേ ചോദിക്കാറുള്ളത് നമ്മുടെ കല്യാണം എപ്പോ നടക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിനൊരു ഇനിഷ്യൽ വേണമെന്ന് നീയല്ലേ എപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ ഞാനെല്ലാം സമ്മതിച്ചപ്പോ നിനക്കെന്താ ഒരു ഇഷ്ടക്കുറവ് പോലെ? അതെ അബി, എനിക്ക് ഇതാ വേണ്ടിയിരുന്നേ. പക്ഷെ നീ ഇത്ര പെട്ടെന്ന് സമ്മതം മൂളിയപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ മൈ ഗോഡ്. ഓക്കെ, നീ അച്ഛമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചോ? അതുമല്ല, സാക്ഷി വേണ്ടേ? അതിപ്പോ ആരാ? നീ അതൊക്കെ ആലോചിച്ചോ? എല്ലാം നേരത്തെ ശരിയാക്കണം. അല്ലെങ്കിൽ ആ പ്രിയ എന്തെങ്കിലും അവസരം ഉണ്ടാക്കി നമ്മുടെ കല്യാണം മുടക്കും. സാക്ഷി എന്റെ കൂടെ തന്നെയുണ്ട്. ആ, കേറി വന്നോ. കം. ദേ, ഇതാണ് സാക്ഷി. നീ എന്നെ കളിയാക്കാണോ? ഇവള് സാക്ഷിയാവുന്നോ? അബി, നിനക്കറിയില്ലേ നമ്മുടെ കല്യാണമാണ്. ഇവള് വന്ന പ്രശ്നങ്ങൾ കൂട്ടുകയല്ലേ ഉള്ളൂ. അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇവൾക്ക് നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാൻ കഴിയില്ല. യുനോ തനു, അവളെന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. അതും നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞ് വളരുമ്പോ. അതുമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ
ഇവളാ എന്നെ ഫോഴ്സ് ചെയ്തത്. പിന്നെ ഇവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവളല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞ നിന്റെ ഫീമെയിൽ ഫാൻസ് കുറയുന്നൊക്കെ, പിന്നെ ബിസിനസ്സിൽ ഡൾ ആവുന്നൊക്കെ. അതുകൊണ്ട് ഇവള് സമ്മതിക്കില്ല. നിനക്ക് എങ്ങനെയാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നിയത്? ഇത്രയും നാള് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞു നടന്നില്ലേ? അതിന് മറുത്തൊരു വാക്ക് പോലും പറയാതെ ഞാൻ വിശ്വസിച്ചില്ലേ? അല്ല, നീ എന്താ എന്നോട് പറഞ്ഞിരുന്നേ? നിനക്ക് മരിക്കുന്നത് വരെ എന്നോടൊപ്പം ജീവിക്കണമെന്നല്ലേ? എന്നാ നീ കേൾക്ക്, നിന്നോടൊപ്പം ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. ഇല്ല അബി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. Shut up. Get out. അബി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അബി പ്ലീസ് എന്നോട് ക്ഷമിക്ക്. നിന്നോട് ക്ഷമിക്കാൻ മാത്രം ഞാൻ ദൈവമൊന്നുമല്ല. അബി പ്ലീസ്. അച്ഛമ്മ. ഏതച്ഛമ്മ? നിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നീ ചതിച്ചില്ലേ? പിന്നെ നീ ആരാ ഇവിടെ കിടന്ന് വിളിക്കുന്നത്? ഞാൻ തയ്യാറാണ്. നീ പറ, ഞാൻ എപ്പോഴും എവിടെ വരണമെന്ന്. ഇന്ന് തന്നെ തന്നേക്ക്. എന്താ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കാണോ? 10 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും ഇപ്പൊ തന്നെ? അതറിയാമെങ്കിൽ ഈ രാത്രി ഞാൻ എന്തിനാ നിങ്ങളെ വിളിക്കുന്നത്? ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് സാറിന്റെ അടുത്ത് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും. പിന്നെ സാറ് പൈസ തരും എനിക്ക്. വേണ്ട, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കണ്ട. ഞാൻ നേരിട്ട് തന്നെ വരാം. ഓക്കെ ശരി, ഞാൻ നിങ്ങളെ വേറൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് ചെയ്യും. ആ അഡ്രസ്സിലേക്ക് തന്നെ നിങ്ങൾ വന്നാ മതി. പിന്നെ പൈസ കൊണ്ടുവരണം, കൂടെ വേറെ ആരും വരരുത്. അവളെല്ലാം വിശ്വസിച്ചു. ഇനി അവൾ രക്ഷപ്പെടാത്ത രീതിയിൽ ഒരു സ്ഥലവും വഴിയും കണ്ടെത്തണം. തന്നെ ആയിരിക്കുന്ന, അതായത് ആലിയെ എപ്പോഴും സഹായിക്കുന്ന ആ വ്യക്തി. യെസ് ഏട്ടത്തി, യു ആർ റൈറ്റ് ആൻഡ് യു ആർ ജീനിയസ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നത്. ആരോ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും സത്യമേ. പക്ഷെ വ്യക്തമാവാത്തൊരു കാര്യം ആരാ സഹായിക്കുന്നതെന്നാ. വരൂ, നമുക്ക് പോയി പ്രീച്ചിലെടുത്ത് പറയാം. ചേച്ചി തന്നെ അയാൾ അന്വേഷിച്ചോളൂ. അത് വേണ്ട, ഇപ്പൊ നമ്മൾ പ്രിയടുത്തൊന്നും പറയരുത്. പക്ഷെ എന്തിനാ? എന്താന്ന് വെച്ചാൽ നമ്മൾ സ്വയം പോയി അയാളെ കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രിയയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അയാളെ ഇട്ടു കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് വലിയൊരു തുക. എന്താ തുകയോ? അല്ല, തുകയല്ല, അഭിനന്ദനം, വലിയ അഭിനന്ദനം. പക്ഷേ നമ്മൾ ഈ തനൂനൊന്ന് ശ്രദ്ധിക്കണം. പ്രിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്നോട് ദേഷ്യപ്പെടുത്തൂല്ല. അതിന് പകരം അവൾ എനിക്ക് വലിയൊരു സംഖ്യ സമ്മാനമായിട്ട് തരും. ആ വലിയ സംഖ്യ അതുപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ഷോപ്പ് ചെയ്യും. നിന്റെ കയ്യിൽ ഇത്രയും പൈസയോ എന്ന് പറഞ്ഞ് എന്റെ അമ്മായിയമ്മ തള്ള ചുറ്റിന് കിടന്ന് കറങ്ങും. എന്നാലും അവരെ ഞാൻ വെറുതെ വിടത്തില്ല. മമ്മി, എന്റെ ഡ്രസ് എല്ലാം അലക്കിയിട്. മമ്മി, എന്റെ ചെരുപ്പൊക്കെ ഒന്ന് തുടച്ചു വെക്ക്. മൈഥിലി, നീ എന്റെ പേഴ്സിംഗ് എടുത്തേ. പറയാൻ പറ്റില്ല, അതൊക്കെ ഞങ്ങളുടെ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാ. കാര്യം പൂർത്തീകരിക്കാതെ ഒരു കാര്യത്തെ പറ്റിയും നീ സ്വന്തം ഭർത്താവിനോട് പോലും പറയില്ലേ? ഭർത്താവായതുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാടൊന്നും ചോദിക്കല്ലേ, തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആലിയെ സഹായിച്ച ആ അവനാണ് ഇന്ന് തനുവിന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നത്. ഇതിനപ്പുറം ഒന്നും പറയത്തില്ല. നിനക്കെങ്ങനെ മനസ്സിലായി അത് അയാൾ തന്നെയാണെന്ന്? പറഞ്ഞില്ലേ ഇത് കൂടുതലൊന്നും ചോദിക്കരുതെന്ന്. മൈഥിലി, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി തലവെക്കണ്ട. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ആരുടെ സഹായവും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇന്ന് എന്തായാലും അവനെ കൈയോടെ പിടിച്ചിരിക്കും. അവൻ 10 ലക്ഷം രൂപ കൊടുക്കാൻ തനുവിന്റെ അടുത്ത് വരുമല്ലോ. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം. പില്ലോയും ബെഡൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഒരു ബ്ലാങ്കറ്റും കൂടെ എടുക്കട്ടെ? അല്ല, ഞാൻ കരുതി ഞാൻ സ്വപ്നം കാണുകയാണെന്ന്. സ്വപ്നോ? എനിക്ക് എപ്പോഴും തട്ടി അടിച്ച് എന്റെ പുറത്തുകൂടെ തന്നെ വീണോളൂ. നീ എന്താടി എന്നെ മണ്ടനാക്കുകയാണോ? ഓക്കെ, അതായത് എന്റെ കൂടെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലേ? പുറത്ത് പോകുന്നില്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ അല്ലേ? ഞാൻ നിന്റെ കൂടെ ഒരിടത്തും വരുന്നില്ല. എന്റെ കൂടെ വരണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് സമയവും സ്ഥലവും മെസ്സേജ് ചെയ്യാം. നിങ്ങൾ അങ്ങോട്ട് എത്തിയാ മതി. ഇപ്രാവശ്യമെങ്കിലും എന്റെ വാക്ക് കേൾക്കണം. നിങ്ങളുടെ നല്ലതിനാ. ഇനി അഥവാ നിങ്ങൾ വന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്.
അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ വരും. ഇന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ വിട്ടകലില്ല. മര്യാദക്ക് എത്തണം. ഞാൻ ഒരിക്കലും വരില്ല. വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എന്റെ ഫോൺ സൈലന്റ് മോഡിലും ഞാൻ ഇൻവിസിബിൾ മോഡിലും ആയിരിക്കും. മാജിക് എന്നെ നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ശരി, പെട്ടെന്ന് വരണമെന്നില്ല. നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് വന്നാ മതി. എനിക്ക് നല്ലൊരു കലാപരിപാടി മിസ്സാവും. നിനക്ക് വേറെ ഒരു ജോലിയും ഇല്ല അല്ലേ? ഞാൻ ഈ പറയുന്നൊന്നും നിന്റെ തലയിലോട്ട് കേറുന്നില്ല. ശരി, ഞാൻ വരാം. നീ ഒരു പ്രോമിസ്. എന്ത് പ്രോമിസ്? വേറൊന്നുമല്ല, ഞാൻ അവിടെ വരുന്നവരെ നീ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കണം. ശരി, പ്രോമിസ്. എന്നാൽ നീ അവിടെ തന്നെ കാത്തിരുന്നു. ഞാനൊന്നും വരാനൊന്നും പോകുന്നില്ല. കിളവിയാവുന്നവരെ നീ അവിടെ ഇരുന്ന് മൂത്ത് നരക്കി. നോക്ക്, തനുവിനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആ സഹായിയാണ് പിടിക്കേണ്ടത്. തനുവിനെ കാണാൻ വരുന്ന ആലിയുടെ സഹായിയെ. ഇന്ന് അവനെ എന്തായാലും നമ്മൾ കയ്യോടെ പിടികൂടിയിരിക്കും. ഓവർ. എന്റെ പൊന്നേട്ടത്തി, ഏട്ടത്തിയുടെ ബുദ്ധിക്കുണ്ടല്ലോ. ഏട്ടത്തി ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളെയല്ല. നീ ഇതുപോലെ നന്നായിട്ട് ബുദ്ധി ഉപയോഗിക്കും. അതൊക്കെ പോട്ടെ, നീ അവളുടെ പിറകെ പോയി അങ്ങോട്ട് വേഗം എത്ത്. പിന്നെ എപ്പോഴാണോ നിങ്ങൾ അവിടെ എത്തുന്നത് ആ സമയത്ത് എനിക്ക് ഇൻഫോം ചെയ്യണം. എന്നാലേ എനിക്ക് അവിടെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റൂ. പിന്നെ ഒരു കാര്യം, ഞാൻ എങ്ങാനും വല്ല അപകടത്തിലും പെട്ട നീ എന്റെ ഹസ്ബൻഡ് രാജിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയണം. ബാക്കിയൊക്കെ അങ്ങനെ നോക്കോളൂ. ഓവർ. ഓക്കേ ഏട്ടത്തി. നീ ഒറ്റോ. ഓവർ. നീ സോറി ചോദിക്കുന്നത്? നീ ചെയ്തതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? എന്നെ ചതിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ ഇത്രയും കഷ്ടപ്പെടുത്ത് പ്രിയ? ശരിക്കും ഞാനാ നിന്നോട് ഏറ്റവും വലിയ തെറ്റിയത്. എന്നിട്ട് നീ അതെല്ലാം സഹിച്ച് എന്റെ കൂടെ നിന്നു. ഇതെല്ലാം നമ്മുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ? മാപ്പ് ഞാനാണ് നിന്നോട് പറയേണ്ടത് പ്രിയ. അങ്ങനൊന്നും പറയരുത് എന്നോട്, പ്ലീസ്. അങ്ങനെ പറയരുത്. എന്നാ പ്രോമിസ് ചെയ്യ്, ഇനി ഒരിക്കലും എന്നെ വിട്ട് പോവില്ലെന്ന്. ഒരിക്കലും പോവില്ല. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഒരിക്കലും എങ്ങോട്ടും പോവില്ല. കൂടെ തന്നെ കാണും. പക്ഷേ തിരിച്ചു വരുമ്പോ അഭിയെയും കൂടെ കൊണ്ടുവരണം. എന്റെ പ്രിയയുടെയും അഭിയുടെയും വരവ് കണ്ട് എനിക്ക് ആരതി എടുക്കണം. എന്റെ ദൈവമേ, എന്റെ മക്കളെ എപ്പോഴും കാത്തോളണേ. ഇനി അദ്ദേഹം വന്നില്ലെങ്കിലോ? ഇല്ല, പാടില്ല. അദ്ദേഹം വന്നേ പറ്റൂ. അവിടെ നടക്കുന്നത് കണ്ടേ പറ്റൂ. ഇല്ല പ്രിയച്ചി, ഇനി സമയമുണ്ടല്ലോ. ഞാൻ എത്തിക്കോളാം. പിന്നെ ഒരു കാര്യം പ്രണവ്, നീ അദ്ദേഹത്തെ കൂടെ കൂട്ടുവോ? ഞാൻ വിചാരിക്കുന്നത് തനുവിന്റെ കള്ളത്തരം അദ്ദേഹം നേരിട്ട് കാണുമെന്നാ. അതെ പ്രിയച്ചി, അതാ നല്ലത്. അഭി ഇതൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അവർ തന്നെ മനസ്സിലായിക്കോളും. ചേച്ചി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഭി അങ്ങോട്ട് കൊണ്ടുവരാം. ചേച്ചി ഇതേക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ഞാൻ വിളിച്ചോണ്ട് വരാം. താങ്ക് യു. ഇത് കൊള്ളാം മൈഥിലി. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലോ. ഇവിടെ നിന്നെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ നിന്നെ ആരും കാണത്തുമില്ല. കമോൺ.
അയല നേരത്തെ തന്നെ എത്തിയത്. ഇനി ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം നോക്കിയിട്ട് ആ തനുവിന്റെ വരവിനായി കാത്തിരിക്കണം. അവര് രണ്ടുപേരും വരുമ്പോ അവൾ പണം കൊണ്ടുവരുന്നത് പിടിക്കാൻ എളുപ്പത്തിലുള്ള സ്ഥലം വേണം തെരഞ്ഞെടുക്കാൻ. പറഞ്ഞത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. പിന്നെന്താ ഇവിടെ ഒരുമാതിരി ഇവിടെ അത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇവിടെ ശരിയല്ലെന്ന്. ഇവളിന്ന് രക്ഷപ്പെടാനാ ഞാൻ നിന്റെ കൂടെ വന്നത്. എന്നിട്ട് ശകുനം നിൽക്കുന്നുണ്ടില്ലേ. ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കെ. വീട്ടിൽ പോയിട്ട് എത്ര വേണമെങ്കിലും വഴക്കുണ്ടാക്കാം. നീ എന്താ ഇവിടെ കിഡ്നാപ്പിംഗിന് പ്രാക്ടീസ് ചെയ്യണോ? എന്ത് കരുതിയാലും കൊള്ളാം. ഇപ്പൊ എന്റെ കൂടെ വന്നേ. പ്രണവ് ഇവിടെ മിണ്ടാതെ നിൽക്കണം. ഞാൻ പറഞ്ഞാലല്ലാതെ ആരും പുറത്തേക്ക് വരരുത്. പറയുന്നതൊന്നും അനുസരിക്കും. ഭ്രാന്ത് പിടിച്ച നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുതെന്ന്. നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്തത്? ഈ 10 ലക്ഷം രൂപ നീ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്? ഇവളിത് ആരോടാ സംസാരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കേൾക്കാനും കഴിയുന്നില്ല, ഒന്നും പിടികിട്ടുന്നുമില്ലടാ. എത്ര പ്രാവശ്യം പറഞ്ഞു പ്രിയ നമ്മളെ പിടികൂടാൻ കാത്തിരിക്കുകയാണെന്ന്. ആലിയ ഓൾറെഡി ജയിലിലാണ്. ഇനി നമ്മളും കൂട്ടാളിയാണെന്ന് അറിഞ്ഞാൽ നമ്മളും പോണ്ടി വരും ജയിലിലേക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എങ്ങാനും പെട്ടുപോയാ പിന്നെ നിന്നെ ഞാൻ വെറുതെ. അബി, പ്രിയ, പ്രണവ്, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടോ? ആലിയയുടെ സഹായി അവസാനം ഞാൻ കണ്ടുപിടിച്ചു. കണ്ടില്ലേ? ഇത്രയും ദിവസം ആലിയയുടെ കൂടെ ചേർന്ന് നമ്മളെ ഉപദ്രവിച്ച ആളാ. രാജേട്ടാ, നിങ്ങളോ? അപകടത്തിലാവരുതെന്ന്. രാജ്, ഇതല്ലേ സത്യം? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നത്? അതല്ലേ സത്യം? ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റു രാജ്. ഇല്ലെങ്കിൽ അവര് നിങ്ങളെ കുറ്റക്കാരനാക്കും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവരോട് വാ തുറന്ന് പറയും നിങ്ങൾ അല്ലാന്ന്. ഈ മൗനം എല്ലാം പറയുന്നുണ്ട് എന്താണ് ശരി തെറ്റ് എന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രാജേട്ടാ, നിങ്ങളായിരിക്കും ആലിയയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിൽക്കുന്നതെന്ന്. എന്നെ കൊല്ലാൻ വരെ കൂട്ടുനിന്നില്ലേ ഇദ്ദേഹത്തെ നശിപ്പിക്കാനും? അല്ല, ഇല്ല അബി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. രാജ് അങ്ങനെ ഒന്നും ചെയ്യില്ല. നിനക്ക് അദ്ദേഹത്തെ അറിയില്ലേ? ഈ കുടുംബത്തിന് മുഴുവൻ അദ്ദേഹത്തെ അറിയില്ലേ? അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്ന്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്? അബി, ആലിയക്ക് ഇദ്ദേഹം ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല. ഈ പ്രിയ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ മനസ്സിലാക്ക് രാജ്. നീ അങ്ങനെ അച്ഛമ്മയെ സംശയിക്കുകയാണോ ഇദ്ദേഹത്തെ? അച്ഛമ്മയ്ക്ക് അറിയില്ലേ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന്? പിന്നെ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? അച്ഛമ്മ പ്ലീസ് അബിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അച്ഛമ്മ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇപ്പൊ എല്ലാ സത്യങ്ങളും കഷ്ടപ്പെട്ട് പുറത്തു കൊണ്ടുവരുമ്പോ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് തോന്നുന്നതും പ്രിയേച്ചി ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലും രാജേട്ടന്റെ കൈകളുണ്ടെന്നാണ്. എനിക്ക് മനസ്സിലായതും പ്രിയേച്ചി വരുന്നതിന് മുൻപേ രാജേട്ടൻ ഈ പണി ചെയ്യുന്നുണ്ടെന്നാണ്. പ്രിയേച്ചി വന്നതിന് ശേഷം എല്ലാ പ്രോപ്പർട്ടീസും പ്രിയേച്ചിയുടെ പേരിലായതോടെ പിന്നെ രാജേട്ടന് കള്ളത്തരം കാണിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയേച്ചി വഴിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് രാജേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല പ്രണവ്, രാജ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം എത്ര ഓണസ്റ്റ് ആണെന്ന് ഇവിടെ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൈക്കൂലി വാങ്ങുന്നതൊന്നും അത്ര തെറ്റായിട്ടുള്ള കാര്യമല്ലെന്ന്. പക്ഷെ അന്നൊന്നും അദ്ദേഹം എന്റെ വാക്ക് കേട്ടിട്ടില്ല. പകരം എന്നെ വഴക്കു പറയുമായിരുന്നു, എന്നെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും വലിയ തെറ്റ് അദ്ദേഹം എങ്ങനെ ചെയ്യാനാണ്? ഇല്ല, പറയൂ രാജ്. രാജ് പറയാൻ. നിങ്ങൾ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളൊന്ന് പറയൂ പ്ലീസ്. നോക്ക്, നിങ്ങൾ ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റണം. എനിക്ക് നിങ്ങൾ കുറ്റക്കാരനാകുന്നത് കാണാൻ കഴിയില്ല. പ്ലീസ്, ഇതൊക്കെ നിങ്ങളുടെ തലയിൽ വച്ച കെട്ടുന്നതാണെന്ന് പറയും. ഇതൊക്കെ തെറ്റാണെന്നൊന്ന് പറയ് രാജ്, പറ.
ഇവര് സത്യമോ പറയുന്നത്? നീ ഇപ്പൊ മുകളിലോട്ട് പോകണ്ട. നീ ആരാ എന്നെ തടയാൻ മാത്രം? തനു, ഫോർ ഒരു കൈൻഡ് ഇൻഫർമേഷൻ, ഇവളെ ഈ വീട്ടിലെ മരുമകളാണ്, അതായത് എന്റെ വൈഫ്. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞാനും വീട്ടിലെ മരുമകളാണ്. ഇതുവരെ ആയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ നിന്നെ തടഞ്ഞൊന്നുമല്ല. അഭിയേട്ടൻ എന്നോട് പറഞ്ഞതാ മുകളിലോട്ട് ഇപ്പൊ ആരും കടത്തി വിടണ്ടെന്ന്. ഇനി നിനക്ക് ഏട്ടൻ പറഞ്ഞത് കേക്കണ്ടെങ്കിൽ ശരി, നീ കയറി പൊക്കോ. ഓ, ഇതാദ്യമേ പറയാമായിരുന്നല്ലോ അഭി പറഞ്ഞിട്ടുണ്ടെന്ന്. എത്ര പ്ലാൻ ഇട്ടു, എത്ര കഷ്ടപ്പെട്ടു അഭിയുടെ പണത്തിന് തുല്യമായിട്ട് വരാൻ. പക്ഷെ ഇവൾ ഒരേ ഒരു പേപ്പറിൽ സൈൻ വാങ്ങി എല്ലാ പ്രോപ്പർട്ടീസും, വീടും സ്ഥലവും ബാങ്കും. പാടില്ല, ഇദ്ദേഹം കാരണമാണ് ഈ കുടുംബം നശിക്കുന്നതെന്ന്. ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നും ഇദ്ദേഹം സത്യത്തിന്റെ ഒപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. അന്നത്തെ അവസ്ഥ രാജേട്ടൻ ഒന്നുകൂടെ ഓർത്തു നോക്ക്. എല്ലാ തെളിവുകളും നിങ്ങൾക്ക് എതിരായിരുന്നു രാജേട്ടാ. നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും ആയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്. തെളിയിച്ചാൽ മാത്രമേ സത്യം സത്യമാവുള്ളൂ. അപ്പൊ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയാവോ? അത് കൊള്ളാലോ. എന്നെ ചേട്ടന്നല്ല നീ വിളിക്കുന്നേ. ഒരേ ഒരു പ്രാവശ്യം നീ എന്നെ മനസ്സിൽ നിന്ന് അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ നീ എന്നെ വിശ്വസിച്ചേനെ. ഞാൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ നീ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ. നിങ്ങൾ ജയിലിൽ പോയതിനു ശേഷം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ മൊത്തമായിട്ട് മാറി രാജ്. നമ്മുടെ മക്കളാണ് സത്യം. ഇത്തവണത്തേക്ക് നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്കൂ രാജ്. പ്രിയ ഒന്ന് പറയേ, അച്ഛമ്മ ഒന്ന് പറയേ. എന്റെ രാജ് എന്നോടൊന്ന് ക്ഷമിക്ക് പ്ലീസ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി രാജ്. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എനിക്ക് പൈസ സ്വന്തം ഒന്നും വേണ്ട രാജ്. എനിക്ക് നിങ്ങൾ മാത്രം മതി പ്ലീസ്. ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിച്ചെന്ന് പറയേ പ്ലീസ്. നമ്മുടെ മക്കളാണ്. ഞാൻ ഇനി ഇതൊന്നും ചെയ്യും. അതുപോലെ അയാളുടെ കുടുംബം അയാളിൽ നിന്ന് അകന്നുപോയി. അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയായത്. ചേച്ചി, ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരിക്കലും അറിയേണ്ടത് തന്നെയായിരുന്നു. ഇയാൾക്ക് വേണ്ടി ചേച്ചി എന്തിനാ സ്വയം ബ്ലെയിം ചെയ്യുന്നത്? ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പ്രണവ്. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടരുതെന്ന്. പക്ഷെ നീ ഒരു കാര്യം മറക്കുന്നു. അയാൾക്കൊരു കുടുംബമുണ്ട്, 2 കൊച്ചു കുട്ടികളുണ്ട്. അച്ഛനും അമ്മയും പിരിയേണ്ടി വരികയാണെങ്കിൽ പിന്നെ ആ കുട്ടികളുടെ ജീവിതം എന്താവും? മൈഥിലി പറഞ്ഞ ഒരു കള്ളത്തിന്റെ ശിക്ഷ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ശരിയല്ല പ്രണവ്. പക്ഷെ എന്റെ പ്രണവ്, പ്രിയ ശരിയാണ് പറയുന്നത്. നമ്മുടെ ജോലി അഭിയുടെ ശത്രുക്കളെ കണ്ടെത്തുക. ആ വഴിയിൽ വേറെ ഒരാളെയാണ് കിട്ടിയത്. രാജു വളരെ പെട്ടെന്ന് പിടിയിലായി. എന്നാൽ തനുവിനെ പിടിക്കുന്നത് പ്രയാസവും. നമ്മൾ ഇനി എന്താ ചെയ്യുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛമ്മ. ഇന്ന് തനുവാണ് അവിടെ വരേണ്ടിയിരുന്നത്. പക്ഷെ അവൾ എന്തുകൊണ്ട് അവിടെ വന്നില്ല? ചേച്ചി, അവള് വരാത്ത കാരണം നമ്മുടെ വാക്കിനെ അവള് കാര്യമായിട്ട് എടുത്തില്ല. അതാ ആരോ അവളെ കളിപ്പിക്കാന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. അതും അവളെ അറിയാവുന്ന ആരോ. ഇനി അവളെ അറിയിക്കണം പ്രിയേച്ചി. അതായത് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പ്രിയേച്ചിക്ക് അറിയാവുന്ന തരത്തിൽ സംസാരിക്കണം. പക്ഷെ എങ്ങനെ പ്രണവ്? ഞാൻ എത്ര നേരം കള്ളം പറഞ്ഞ് അവളെ പേടിപ്പിച്ച് പിടിച്ചു നിർത്തും. നോക്കൂ, എന്റെ ഒരു ഭീഷണിയിൽ അവൾ പേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്നോട് ചെയ്തതുപോലെ ഒരു മനുഷ്യൻ ശത്രുവിനോട് പോലും കാണിക്കില്ല. ചേട്ടൻ എന്ന് വെറുതെ പറഞ്ഞ മാത്രം പോരാ, അത് സ്വന്തം മനസ്സിൽ നിന്ന് വരണം. ബന്ധത്തിന് അർത്ഥം വേണം. ഇത്രയും സത്യങ്ങൾ മുന്നിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഒരു സത്യം കൂടി പറയാം. ലോകത്ത് വേറെ ആരെക്കാളും എനിക്ക് നിന്നോട് വെറുപ്പാ. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം നീ മാത്രമാ. നിന്റെ തെറ്റോട്ട് മാത്രം. നീ ഈ കുടുംബത്തെ സ്നേഹിക്കുകയല്ല, കുടുംബത്തെ നശിപ്പിക്കുക. അപ്പോ ഇനി എന്തായാലും ലേറ്റ് ആക്കണ്ടാവുന്നു. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. രാജേട്ടൻ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും വലിയ കാര്യം അത് എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു എന്നതാ. ഇനി ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. എന്താ ചെയ്യണ്ടേ? വെള്ളം
വെള്ളം കൊണ്ടുവരട്ടെ ഞാൻ? കുറച്ച് വെള്ളം എടുക്കട്ടെ ഞാൻ? വെള്ളം കുടിക്ക രാജ്, ഇത് കുടിക്ക്. രാജ് പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയേ. ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ? എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ രാജ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഞാൻ നിങ്ങളുടെ മൈഥിലിയല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണെന്ന്? പറയൂ. കൊലപാതകിയ അത് അദ്ദേഹം ഭയങ്കര ക്ഷീണത്തിലാ. അതായിരിക്കും നിങ്ങൾ വിളിച്ചിട്ട് കേൾക്കാത്തത്. ഇതിനു മുൻപ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. നീ ഇങ്ങോട്ട് മാറ്. നീ വഴി മാറി. വേണ്ട മമ്മി, ഞാൻ പറഞ്ഞല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന്. അദ്ദേഹം ഭയങ്കര ടയേർഡാ, അതുകൊണ്ട് ഉറങ്ങും അദ്ദേഹം. ഈ സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്താ അത് അദ്ദേഹത്തിന്റെ ഉറക്കം കളയും. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. അതെ മൈഥിലി, ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. ആബി അവനെ പിടിച്ചോണ്ട് പോയത് കണ്ട് ഞങ്ങൾക്ക് വിഷമം തോന്നിയതുകൊണ്ടാ വന്നേ. നീ എന്താ മൈഥിലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇപ്പൊ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല അവിടെ. അബിയുടെ കൂടെ അവര് തമ്മിൽ സംസാരിക്കുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ കൂടെ. ഞാൻ മാത്രമല്ല, അച്ഛമ്മയുണ്ടായിരുന്നു അവിടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. സത്യമായിട്ടൊന്നുമില്ല. കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കുന്നതാവും. നമ്മളെല്ലാവരും കുറച്ചുനേരം അദ്ദേഹത്തെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. ഇവളെന്റെ ജീവൻ എടുത്ത് ഈ ചെറിയ കാര്യത്തിന് ഇത്ര വലിയ അഭിനയം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? എന്റെ BP ഹൈ ആവുന്നുണ്ട്. എല്ലാവരും വാ. ഇത്ര ചെറിയ കാര്യത്തിനല്ല, വേറെ എന്തോ പ്രശ്നമുണ്ട്. ഈ പ്രിയ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? പാടാ മോനെ, പാടാ. ഞാൻ കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകനെ, താരാട്ടു പാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തി, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താ പറഞ്ഞ? നിനക്ക് എന്റെ വേദന മനസ്സിലായെന്നോ? എന്ത് മനസ്സിലായെന്ന്? എനിക്ക് നിന്റെ സഹതാപത്തിന്റെ ഒരാവശ്യമില്ല. നിന്റെ സഹതാപം അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. നീ എന്തൊക്കെയാണ് ആ മുറിയിൽ വെച്ച് രാജനോട് പറഞ്ഞു കൊടുത്തതെന്ന് നിനക്കറിയാലോ. ഇനി നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ പറയുന്നത് ശരിയാ, പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. രാജേട്ടൻ അദ്ദേഹത്തോട് അത്ര മോശമായിട്ട് സംസാരിച്ചപ്പോ, എല്ലാ തെറ്റും അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല. ആ സമയത്ത് അതാണ് ശരിയെന്ന് തോന്നി. എത്ര നാളെ നീ ഇങ്ങനെ അഭിനയിക്കും? അല്ല, നിന്റെ ഏട്ടത്തി മരിച്ചു കഴിഞ്ഞു. നിനക്കൊരു കാര്യം അറിയോ? നിന്നെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. നിന്നെ പോലെ ജീവിക്കാൻ. പക്ഷെ ഇനി നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടാവൂ. നീ ഈ വീടിന്റെ ബോസ് അല്ലേ? ഈ വീട്ടിലുള്ള എല്ലാവരുടെ അധികാരി. പക്ഷെ ഞാനൊരു ഭാര്യയാണ് പ്രിയ. ഭാര്യ. ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവിന് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയ, അദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ച, അതാ ഭാര്യ ഒരിക്കലും സഹിക്കില്ല. ഞാനും അത് സഹിക്കില്ല. പക്ഷെ പ്രിയ അഭിയെ സ്നേഹിക്കുന്നില്ല. പ്രിയ അവന്റെ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അവൾ ഒരിക്കലും അഭിയെ സ്നേഹിക്കുന്നില്ല. പിന്നെ അഭി പ്രിയെ എങ്ങനെ സ്നേഹിക്കും? അല്ല, ഇത്രയും വലിയ ചതി നടന്നിട്ടും അവന് സ്നേഹം കിട്ടുന്നുണ്ടോ? ആ തനുവായിട്ട് കല്യാണം കഴിഞ്ഞ അവന്റെ ജീവിതം രക്ഷപ്പെടും. അവന് നല്ലൊരു ഭാര്യയെ കിട്ടും. നീയും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? അവന് നല്ലൊരു ജീവിതം കിട്ടാൻ അവന്റെ ജീവിതം ഒരു ശവക്കോട്ടയായി മാറുക. സന്തോഷവും ദുഃഖവും ഇല്ലാതെ കിടക്കുക. എനിക്ക് വേണ്ടി, സ്വന്തം കൂട്ടുകാരന് വേണ്ടി നീ അഭിയുടെ കല്യാണം തനുവായിട്ട് നടത്തണം. ശരി, ഇത്രയും കാത്തിരുന്നതല്ലേ, ഇനി ഒരല്പം കൂടി കാത്തിരുന്നാ മതി. അതിനുശേഷം
ഞാൻ നിങ്ങളുടെ എല്ലാം തിരികെ നൽകും. നീ വീണ്ടും കള്ളം പറയുക. എന്റെ പണം തരാൻ നിനക്ക് ഒരു ഉദ്ദേശവുമില്ല. നീ വീണ്ടും കിടന്ന് കളിക്കുക. ഞാനിപ്പോ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് സമയമാകുമ്പോൾ മനസ്സിലാകും. എന്റെ ഒരാഗ്രഹം ഇപ്പോഴും ബാക്കിയാണ്. അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയില്ല. അത് പൂർത്തിയാകുന്ന നിമിഷം ഞാൻ എല്ലാം നിങ്ങൾക്ക് മടക്കി നൽകും. നീ ഇതെന്തിനെ പറ്റിയാ പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കത് വ്യക്തമായിട്ട് പറഞ്ഞൂടെ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ശബ്ദം ഇനിയും പൂർത്തിയാകാനുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പിന്നെ ഞാനൊന്നും പറയേണ്ടി വരില്ല. എനിക്ക് അയാളുടെ മുഖം നേരെ കാണാൻ പറ്റിയില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. അയാൾ ആര് തന്നെ ആയിരുന്നാലും ആ വ്യക്തിയായിരുന്നു നിങ്ങളുടെ ലീഡർ. നീ നിന്റെ ബോസിന്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ആയതാണോ അതോ ആദ്യ ജോക്കർ തന്നെയാണോ? ഈ പാഴ്സൽ തരാൻ നീ കഥ മെനിയല്ലേ? കഥയായിരിക്കാം, പക്ഷെ കള്ളമല്ല. നിർത്തിക്കോ നിന്റെ സംസാരം. ഇനി എന്റെ പുറകെ നടക്കുന്ന കണ്ട ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അതും എന്റെ കയ്യിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. എന്നിട്ട് പിന്നെ നീ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കഥ മെനഞ്ഞു. അതൊക്കെ അപ്പോഴത്തെ കാര്യമില്ലേ, അതപ്പം നോക്കിക്കോളാം. ആദ്യം നിങ്ങൾ ഈ പാക്കറ്റ് ഉണ്ടല്ലോ അതൊന്ന് തുറന്നു നോക്ക്. പക്ഷെ ഇവിടെ വെച്ചല്ല, നിങ്ങളുടെ റൂമിൽ പോയി നോക്കിയാൽ മതി. കാരണം ഇനി ഈ പാക്കറ്റിൽ വല്ല ബോംബ് ആണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് മാത്രമല്ല എന്തെങ്കിലും പറ്റൂ, ബാക്കിയെല്ലാം. പ്ലീസ് കുറച്ച് കഴിക്ക്. സാരമില്ല, ഞാൻ തന്നെ നിങ്ങൾക്ക് ആഹാരം വാരിത്തരാം. എടുത്തോണ്ട് ഓടിയത്. നീ സ്നേഹം നടിക്കുകയാണെങ്കിൽ അത് വേറെ ആരോടെങ്കിലും പോയി ചെയ്യേ. എന്നിട്ട് പോ. ശരി, ഞാനായിട്ട് വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആഹാരം കഴിച്ചൂടെ? അതിനോട് എന്തിനാ ശത്രുത? ആഹാരത്തിനോട് ശത്രുത ഉണ്ടെനിക്ക്. ഇത് നീ ഉണ്ടാക്കിയതായതുകൊണ്ട്. നിന്റെ ആഹാരത്തോട് എനിക്ക് വെറുപ്പാ, നിന്നോടും എനിക്ക് വെറുപ്പാ. എനിക്ക് വെറുപ്പാണ് നിന്നോടൊന്ന്. പ്ലീസ്. പക്ഷെ രാജ്, എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് ഞാൻ നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ സ്നേഹത്തെ ഓർത്തെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കൂ രാജ്. മാപ്പ് അത് നിനക്ക്. ശരി, ഞാൻ നിനക്ക് മാപ്പ് തരാം. പക്ഷെ അതിനു പകരം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ അതെനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? എന്റെ നല്ല മനസ്സ് ജയിലിൽ വെച്ച് നഷ്ടപ്പെട്ടത് അതെനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ദിവസങ്ങൾ അത് തരാൻ പറ്റുമോ? എന്റെ ബന്ധങ്ങൾ, സ്വന്തം അനിയനോട് ഞാൻ ശത്രുത കാണിച്ചു. ആ സ്നേഹം ഒക്കെ എനിക്ക് നഷ്ടമായി.